അറിവിലേക്കുള്ള മാർഗം ശാസ്ത്രം മാത്രമാണോ, സയൻസ് മാത്രമാണോ എന്നുള്ളതാണ് ഈ ചർച്ച. നോളജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഭൗതിക വസ്തുവിനെ അല്ല, മറിച്ച് അതൊരു ആശയലോകത്തെയാണ് എന്നെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. നോളജ് എന്ന് പറയുന്ന ഒരു വസ്തു വാസ്തവത്തിൽ ഇല്ല. അത് ഭൗതിക വസ്തുക്കളെ കുറിച്ചുള്ള ആശയ രൂപീകരണത്തിലുള്ളതാണ്. ഭൗതിക വസ്തുക്കൾ എന്നത് നമുക്കറിയാം, മനുഷ്യനുണ്ടെങ്കിലും ഇല്ലെങ്കിലും, മനുഷ്യന്റെ ചിന്ത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തന്നെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ഹ്യൂമൻ ഇന്റലിജൻസ് ഓർ ഹ്യൂമൻ പ്രസൻസ് എന്ന് പറയാം. അതുപോലെ തന്നെ സയൻസിലേക്ക് വന്നാൽ ഈ ആശയലോകത്തെ, അറിവിനെ കുറിച്ചുള്ള ആശയലോകത്തെ, അറിവ് തന്നെ ഒരു ആശയലോകമാണ്, ആ ആശയലോകത്തേക്ക് എത്തിച്ചേരുന്നതിനുള്ള, അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കുന്നതിനുള്ള ഒരു രീതിയാണ്. ഈ രണ്ട് കാര്യങ്ങളും പൊതുവിൽ ഈ ചർച്ചയിലുടനീളം എല്ലാവരും തന്നെ സംസാരിക്കുന്ന കാര്യമാണ്. ഒന്ന് എല്ലാവരും പരക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ സയൻസ് മാത്രമാണോ അറിവിലേക്കുള്ള ഏകമാർഗം എന്നുള്ളതാണ് ഇതിലെ ചർച്ച. അതായത് സയൻസും നോളജിനെ സംബന്ധിച്ച് തർക്കമില്ല, ഓൺലി എന്നുള്ള ഒരു കമ്പോണന്റിനെ കുറിച്ച് മാത്രമാണ് തർക്കം ഉള്ളതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇതിൽ വാസ്തവത്തിൽ കഴിഞ്ഞ 2-3 ചർച്ചകളിലായിട്ട് ഡോക്ടർ വൈശാഖൻ തമ്പി, ഡോക്ടർ രതീഷ് കൃഷ്ണൻ, അതുപോലെ പ്രതീഷ് ബി, ഡോക്ടർ വിശ്വനാഥൻ, ഇവരെല്ലാം സംസാരിച്ചതിൽ നിന്നും ആക്ച്വലി നോളജിനെ കുറിച്ച് വീണ്ടും ഇതിലെ ഒരു ഡെഫിനേഷനെ കുറിച്ച് ഒരു തർക്കം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഡോക്ടർ വിശ്വനാഥൻ ആക്ച്വലി ജെറി കോയിൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിനെയാണ് അദ്ദേഹത്തിൽ നിന്നാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നോളജ് ഈസ് സിംപ്ലി the justified belief of the rational independent observers about what is true in the universe എന്നുള്ളതാണ്. എംപിരിക്കൽ നോളജ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്. ജസ്റ്റിഫൈഡ് ട്രൂ ബിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിഫൈഡ് ഫോൾസ് ബിലീഫ് ഉണ്ടാകും. ജസ്റ്റിഫൈഡ് ഫോൾസ് ബിലീഫിനെയാണ് നമ്മൾ ഒരുപക്ഷെ അന്ധവിശ്വാസങ്ങൾ എന്നൊക്കെ പറയുന്നത്. ജസ്റ്റിഫൈഡ് ട്രൂ ബിലീഫ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായ ഒരു അറിവിനെ കുറിച്ചുള്ള ധാരണയാണ്. അതേസമയം ഇവിടെ ഒരു അഡീഷൻ വന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ദി റാഷണൽ ഇൻഡിപെൻഡന്റ് ഒബ്സർവേഴ്സ് എന്നുള്ളതാണ്. ഇൻഡിപെൻഡന്റ് ഒബ്സർവേഴ്സിന് നമുക്ക് സമ്മതിക്കാം, പക്ഷെ റാഷണൽ ഇൻഡിപെൻഡന്റ് ഒബ്സർവേഴ്സിന്റെ വീക്ഷണത്തെ ആണ് അറിവായിട്ട് കാണുന്നത്. നമ്മളെങ്ങനെയാണ് ലോകത്തിലുള്ള ആളുകളെ റാഷണൽ എന്നും ഇറാഷണൽ എന്നും വേർതിരിക്കുന്നത്? അങ്ങനെ 2 ഡൊമൈനിലായിട്ട് ആളുകളെ കാറ്റഗറൈസ് ചെയ്യാനോ, ചിന്തയെ നമുക്ക് കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് നോളജ് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒന്നായി കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ചില സംശയങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നു. അത്തരം ഒരു കോൺഫ്ലിക്റ്റ് കൂടി ഇങ്ങനെയുണ്ട്. അതേസമയം ഒരു മനുഷ്യനെന്ന രീതിയിൽ മനുഷ്യൻ അവൻ്റെ വിജ്ഞാന ശേഖരണത്തിന്, അതിനെ എളുപ്പത്തിൽ ലേൺ ചെയ്യുന്നതിനുള്ള ഒരു ഉപാധി എന്ന രീതിയിലാണ് ഈ കാറ്റഗറൈസേഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത്തരം ഒരു കാറ്റഗറൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വളരെ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു തർക്കമാണ് വാസ്തവത്തിൽ ഈ വെദർ സയൻസ് ഈസ് ദ ഓൺലി വേ ഓഫ് നോളജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാനിവിടെ മുൻപ് നടത്തിയ പ്രഭാഷകരിൽ നിന്ന് അവർ അഡ്രസ്സ് ചെയ്യാത്ത ചില കാര്യങ്ങൾ, അതായത് ഈ അറിവെന്നതിൻ്റെ ആക്ച്വലി യഥാർത്ഥത്തിൽ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഫങ്ഷൻ എന്താണ്, ഇതിൻ്റെ യൂട്ടിലിറ്റി എന്താണ്, ഇതിൻ്റെ ഉപയോഗം എന്താണ്. അപ്പോൾ അങ്ങനെ ജൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു ആന്ത്രോപോസെൻട്രിക് വ്യൂവിൽ നിന്നുകൊണ്ട് അറിവ് നേടുന്നതിൽ, ഈ അറിവിൽ ഞാൻ നേരത്തെ ഇതിനകത്ത് എഗ്രി ചെയ്തിട്ടുള്ള, അതായത് അറിവെന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായ അറിവാണ് എന്നുള്ള ഒറിജിനൽ ക്വസ്റ്റ്യനെ, ഈ സയൻസ് ദ ഓൺലി വേ ടു നോളജ് എന്നുള്ള ഒറിജിനൽ ക്വസ്റ്റ്യനെ മുൻനിർത്തിയുള്ള ഒരു ചർച്ചയാണ് ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്കേസ് എഴുതിയ 100 Years of Solitude അല്ലെങ്കിൽ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന നോവൽ. ഞാനിതിനെ തൽക്കാലം ഒരു ആഖ്യാനം എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. മക്കോണ്ടോ എന്ന ഒരു സാങ്കല്പിക
ഒരു സ്ഥലത്തിൻ്റെ, ഒരു പ്രദേശത്തിൻ്റെ കഥയാണ് ഈ നോവലിലൂടെ മാർക്കേസ് വിവരിക്കുന്നത്. ഇത് ഒരു 7 തലമുറകളുടെ ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് അത് രചിച്ചിരിക്കുന്നത്. അതിനിടയിൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യ സമൂഹം കടന്നു പോകുന്ന അന്ധവിശ്വാസങ്ങൾ, വിശ്വാസങ്ങൾ, സയൻസ്, യുദ്ധം, മരണം, ഇങ്ങനെയുള്ള ദൈനംദിന രാഷ്ട്രീയ സാമൂഹിക ജീവിതങ്ങളൊക്കെ പ്രതിപാദിച്ചുകൊണ്ടാണ് അത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ അവസാന ഭാഗം മാത്രമാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ആ അവസാന ഭാഗത്തിൽ ഈ 7ാമത്തെ തലമുറയിലെ 2 പേരാണ് ജീവിച്ചിരിക്കുന്നത്. ഒന്ന് അറീലിയാനോ അമരാൻഡ എന്ന ആളും മറ്റേത് അറീലിയാനോ. ഇവർ 2 പേരുമാണ് ജീവിച്ചിരിക്കുന്നത്. ഇവർക്ക് 2 പേർക്കും ഒരു കുട്ടി ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ജനിതക വൈകല്യമുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയും മരിച്ചു പോകുന്നു. ഈ പ്രസവത്തോടനുബന്ധിച്ച് ഭാര്യയും മരിച്ചു പോകുന്നു. അങ്ങനെ ആക്ച്വലി അവർ തമ്മിലുള്ള ബന്ധത്തിലൊക്കെ ഒരു ഇൻസെസ്റ്റിന്റെ ഒരു അംശമുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഏതായാലും ഈ അറീലിയാനോ മാത്രമാണ് അവസാനം ശേഷിക്കുന്നത് ഈ വലിയ ഈ പ്രദേശത്തിൽ, അല്ലെങ്കിൽ ഈ ചെറിയ സാങ്കല്പിക പ്രദേശത്തിൽ. അറീലിയാനോയുടെ നഗരത്തിൽ ഒരു ജിപ്സി സ്ഥിരമായി വരുമായിരുന്നു, മെൽക്വിയാദിസ് എന്ന് പറയുന്ന ജിപ്സി. അദ്ദേഹം ഇതിൻ്റെ കഥ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മക്കല്ലയുടെ കഥ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു പാർച്ച്മെന്റ് അവിടെ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ റൂമിനകത്ത് തന്നെ പാർച്ച്മെന്റ് ഉണ്ട്. അപ്പോൾ ഈ പാർച്ച്മെന്റ് എടുത്ത് എന്തായിരിക്കും സംഭവിക്കുക, ഒറ്റപ്പെട്ട് കഴിഞ്ഞു, എന്താണ് എൻ്റെ ഭാവി എന്തായിരിക്കും എന്ന വലിയ ചിന്തയോടുകൂടി, ആകാംക്ഷയോടുകൂടി ഇദ്ദേഹം ഇതെടുത്ത് വായിക്കുകയാണ്. അവസാന ഭാഗം മാത്രം ഞാനൊന്ന് വായിക്കാം. Before reaching the final line of the parchment, however, he had already understood that he would never leave that room. For it was foreseen that the city of mirrors or mirages would be wiped out by the wind and exiled from the memory of men at the precise moment when Aureliano Babylonia would finish deciphering the parchments, and that everything written on them was unrepeatable since time immemorial forevermore, because races condemned to 100 years of solitude did not have a second opportunity on earth. അങ്ങനെ ഒരിക്കലും തിരിച്ചു വരാത്ത വിധം മക്കൊണ്ട നഗരം ഓർമ്മകളിൽ നിന്നും ഭൗതികമായും അപ്രത്യക്ഷമാകുന്ന ഒരു ഭാവന സൃഷ്ടിയായിട്ടാണ് അതിൻ്റെ അവസാനം ഈ മാർക്കേസ് ഈ കഥ അവതരിപ്പിക്കുന്നത്. ഇതിൽ ഈ കഥയ്ക്കകത്ത് ഭൗതിക ശാസ്ത്രത്തിൽ ഉൾപ്പെടെ, ഭൗതിക വിജ്ഞാനത്തിൽ ഉൾപ്പെടെ നാം സമാഹരിച്ച നിരവധി സംഭവങ്ങൾ, ചരിത്രമെന്ന് തോന്നാവുന്ന നിരവധി വസ്തുതകൾ ഇതിനകത്ത് ഇങ്ങനെ ധാരാളമായിട്ട് കടന്നുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഞാൻ ആഖ്യാനം ഒന്ന് പറഞ്ഞതുപോലെ ഇതെന്തുകൊണ്ടാണ് ഒരു ചരിത്ര വസ്തുവായിട്ട് നാം പരിഗണിക്കാത്തത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മളെപ്പോഴും ഇതിനെ ഒരു വാലിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എപ്പോഴും തെളിവുകളെയാണ് ആശ്രയിക്കുന്നത്. സാധാരണ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, എല്ലായിടത്തും ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ദൃക്സാക്ഷികളാണ്. നമ്മുടെ കോടതി ജീവിതത്തിലായാലും നിത്യജീവിതത്തിലായാലും നമ്മൾ കേട്ടു എന്ന് പറയുന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടത് കണ്ടു എന്ന് പറയുന്നതാണ്. കോടതിയിൽ പോലും ഐ വിറ്റ്നസ് അല്ലെങ്കിൽ ദൃക്സാക്ഷി എന്ന് പറഞ്ഞു. ഈ കഥയിൽ അല്ലെങ്കിൽ ഈ ആഖ്യാനത്തിലൊരു ദൃക്സാക്ഷിയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പേര് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് തന്നെയാണ്. മാർക്കേസ് ആണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത്. ഈ മാർക്കേസ് ഇതിനകത്തൊരു കഥാപാത്രമാണ്. പക്ഷേ മക്കണ്ടോ നശിച്ച ശേഷം എങ്ങനെയാണ് അയാൾക്ക് ഈ കഥ എഴുതാൻ പറ്റുന്നത്? ഇതൊരു വലിയ ചോദ്യമായിട്ട് തോന്നിയേക്കാം. അദ്ദേഹം യഥാർത്ഥത്തിൽ, അദ്ദേഹം മാത്രമല്ല, അതിലെ 1-2 കഥാപാത്രങ്ങൾ ഈ മക്കണ്ടോ നശിക്കുന്നതിന് മുമ്പ് യൂറോപ്പിലെ പല സ്ഥലങ്ങളിലേക്ക് ചേക്കേറുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ഇതിൻ്റെ അവസാന ഭാഗം നശിക്കുന്നത് ഒഴികെയുള്ള പ്രധാന ഭാഗങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു ചരിത്ര വസ്തുത എന്ന് വിചാരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഇത് വായിക്കുന്ന ഒരാൾ പൊടുന്നനെ ഇതൊരു ചരിത്ര സംഭവം ആകാൻ കഴിയില്ല എന്ന് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കരുതുവാനാണ് സാധ്യത. അത് വളരെ ഇന്നേറ്റ് ആയിട്ടുള്ള മനുഷ്യൻ്റെ ഒരു രീതിയാണ്. നമ്മൾ രണ്ടാമത് ആശ്രയിക്കാൻ പോകുന്നത് ഇതിലെ മെറ്റീരിയൽ എവിഡൻസുകളാണ്, ഭൗതിക വസ്തുക്കൾ. ഇതൊരു
ചരിത്രമാണെന്നറിയാൻ നമ്മൾ വളരെ വളരെ കൂടുതൽ തെളിവുകൾ അന്വേഷിക്കും. ഒരു പക്ഷേ ഭൂമിയിലെ മറ്റൊരിടത്തു നിന്നും ഒരാൾ മറ്റൊന്നിലേക്ക് തിരിച്ചു ചെല്ലുകയാണ് എങ്കിൽ അവിടെ നിന്ന് ചെറിയ വസ്തുക്കൾ പലതും കാണുന്നു. ഒരു മാഗ്നറ്റ്, കോടിക്കണക്കിന് കണ്ണാടിയുടെ ചില്ലുകൾ, കണ്ണാടിയുടെ നഗരമാണ്. അവിടെ ഉപയോഗിച്ചിരുന്ന ടെലിസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ, അല്ലെങ്കിൽ അസ്ഥികൂടങ്ങളുടെ ഒരു കൂന, അങ്ങനെ മെൽക്വിയാദിസിൻ്റെ പാർച്ച്മെൻറ്റ്, ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കണ്ടെടുക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ആഖ്യാനത്തിലെ പല കാര്യങ്ങളുമായും ഇത് പൊരുത്തപ്പെട്ടു പോകുന്നതിനാൽ ഇത് ചരിത്ര സംഭവം ആണെന്ന് നമ്മൾ വേണമെങ്കിൽ വിചാരിച്ചേക്കാം. ഫോസിലുകൾ എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്നത് പോലുള്ള എവിഡൻസുകളായി ഇത് മാറിയേക്കാം. അതുപോലെ തന്നെ കൊളംബിയയിൽ ഒരു ബനാന മസാക്കർ എന്ന് പറയുന്ന ഒരു ചരിത്ര സംഭവത്തിൽ ആയിരക്കണക്കിന് പേര് വെടിവെച്ചുകൊള്ളുന്ന സന്ദർഭമുണ്ട്. അതുപോലെ സമാനമായ ഒരു അവസ്ഥയിൽ നമ്മൾ ചിലപ്പോൾ ആയിരക്കണക്കിന് അസ്ഥികൂടങ്ങൾ കണ്ടെടുക്കുകയാണെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇത് ഞാൻ പറയുന്നത് ഇത് വെറും നമ്മളിങ്ങനെ സങ്കല്പിക്കുകയാണെങ്കിൽ, ഈ കഥ തന്നെ അതിനെ മാറ്റിമറിച്ച് വേറെ രീതിയിൽ സങ്കല്പിക്കുകയാണെങ്കിൽ മാത്രമുള്ള ഒരു കാര്യങ്ങളാണ്. ഇത്രയും ഞാൻ പറയുന്നതിന് കാരണം നമ്മൾ തിയറി ഓഫ് ഇവല്യൂഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും നമുക്ക് കാണാവുന്നത് ഏതാണ്ട് ഇതേ രീതിയിലുള്ള വിവരങ്ങളാണ്. ഡാർവിൻ എഴുതി തുടങ്ങുന്നത് തന്നെ ഐ എന്നുള്ള പ്രയോഗത്തോടു കൂടി. നമ്മളൊരു ഒബ്ജക്റ്റീവ് റൈറ്റിങ്ങിൻ്റെ മോഡലല്ല, വളരെ ഒരു വ്യക്തിഗതമായിട്ടുള്ള വ്യക്തിനിഷ്ഠമായിട്ടുള്ള ഒരു രീതിയിലാണ് ഒരു കഥ പറയുന്നത് പോലെ തന്നെയാണ് അത് പറഞ്ഞു വരുന്നത്. മക്കണ്ടോയിലെ കഥ എന്ന് പറയുന്നത് മാജിക്കൽ റിയലിസമാണ്. അതിനകത്ത് ഒരുപാട് ഫാൻറ്റസീസ് കിടക്കുന്നതായിട്ട് ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാം. എന്നാൽ 1859 ഡാർവിൻ്റെ ഈ പരിണാമം, ഒറിജിൻ ഓഫ് സ്പീഷീസ്, നാച്ചുറൽ സെലക്ഷൻ്റെ ഈ തിയറി വരുമ്പോൾ അതും ഏറെക്കുറെ ഒരു എന്താ പറയുക, നമുക്ക് സാധാരണഗതിയിൽ ഉൾക്കൊള്ളാൻ സാധ്യത, നമ്മുടെ കോമൺ സെൻസിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വിവരണമായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷേ അതിനെ നമ്മൾ ഒരു ചരിത്ര വസ്തുതയായിട്ട്, അല്ലെങ്കിൽ ഒരു ഫാക്റ്റായിട്ട്, അല്ലെങ്കിൽ ഒരു വസ്തുതയായിട്ട്, ഒരു സയൻസ് ആയിട്ട് സ്വീകരിക്കുന്നു. ഇത് രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന വളരെ പൊടുന്നനെ നമുക്ക് ആരും പ്രത്യേകിച്ച് പഠിപ്പിക്കാതെ തന്നെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇതിലും ഇതുപോലുള്ള ഫോസിലുകൾ, നിരവധി ചരിത്ര വസ്തുക്കളൊക്കെ കൊളാബറേറ്റ് ചെയ്താണ് ഇത് മുഴുവൻ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സയൻസ് മെത്തേഡിൻ്റെ അതിൻ്റെ പ്യുവർ രീതിയിൽ, അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ, സയൻസ് മെത്തേഡ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. എക്സ്പെരിമെൻ്റലായിട്ട് നമുക്ക് തെളിയിക്കാൻ ഈ ജൈവ പരിണാമം മുഴുവൻ നമുക്ക് ആവർത്തിച്ച് എവിടെയെങ്കിലും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഒരു തേർഡ് പേഴ്സണെ വെരിഫൈ ചെയ്യാൻ സാധ്യമായ ഒരു കാര്യമേ അല്ല. പക്ഷേ എങ്കിലും അത് നാം മറ്റ് നിർണായകമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഈ തെളിവുകളുടെ ആധികാരികത കൂടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പെരിമെൻ്റലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. എങ്കിലും അതില്ലാതെ തന്നെയും ഇന്ന് ശാസ്ത്ര ലോകം എന്ന് പറയുന്നത് ഒരു ഇവല്യൂഷണറി ബയോളജി, ഇവല്യൂഷണറി സയൻസ്, അല്ലെങ്കിൽ പ്രകൃതി നിർദ്ധാരണം എന്നുള്ളത് ഒരു സത്യമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഡസൻറ്റ് ഹാവ് ദ സ്റ്റാറ്റസ് അമൗണ്ടിങ് ടു ദി ഫാക്റ്റ് എന്ന് നമുക്ക് പറയാം. പക്ഷേ എങ്കിലും ലോകത്തുള്ള എല്ലാ തരത്തിലുള്ള ശാസ്ത്ര ലോകവും പൊതുവിൽ അംഗീകരിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇത്. പക്ഷേ ഇതിൽ എന്താണ് ഇത്രയും പറയുന്ന ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഇതിലെ ചില പ്രഭാഷകർ, പ്രത്യേകിച്ചും ജെറി കോയിൻ പ്രഭാഷണത്തിൽ പറയുന്നത് സയൻസ് ഈസ് ദ ഓൺലി വേ ഓഫ് നോയിങ്, എവറിത്തിങ് എൽസ് ഈസ് സൂപ്പർസ്റ്റിഷൻ. അത് ഡോക്ടർ വിശ്വനാഥൻ അത് സൂചിപ്പിക്കുന്നത് സൂപ്പർസ്റ്റിഷൻ്റെ അത്ര പോകുന്നില്ല, പോയിട്രി ആണെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ഈ ജൈവ പരിണാമ സിദ്ധാന്തം വാസ്തവത്തിൽ എംപിരിക്കൽ നോളജിൻ്റെ അല്ലെങ്കിൽ മെത്തഡോളജി ഓഫ് സയൻസിൻ്റെ മുഴുവൻ ഭാഗങ്ങളെയും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. മറിച്ച് പല നെസസറി ആയിട്ടുള്ള പല ഭാഗങ്ങളിലൂടെയുമാണ് കടന്നു പോകുന്നത്. അത് ശാസ്ത്ര സത്യമായി നാം ഉൾക്കൊള്ളുന്നു. പക്ഷേ എംപിരിക്കൽ നോളജിൻ്റെ ഒരു സ്റ്റാറ്റസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ സൂപ്പർസ്റ്റിഷൻ ഓർ ജസ്റ്റ് എ പോയിട്ടർ. അപ്പോൾ അത്തരത്തിൽ എംപിരിക്കൽ നോളജിൻ്റെ സ്റ്റേച്ചറിലേക്ക് പോകാതെ തന്നെ പലതരത്തിലുള്ള വിജ്ഞാനങ്ങളെയും വാലിഡ് ആയിട്ടുള്ള വിജ്ഞാനങ്ങളായിട്ട് നാം ഇപ്പോൾ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഇത്രയും പറഞ്ഞത്. ഇനി നമുക്ക് മറ്റൊരു അറിവ് സമ്പാദനത്തിൻ്റെ ഒരു മാർഗത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത്. അത് ഭാഷ എന്നുള്ളതാണ്.
നമ്മൾ പെട്ടെന്ന് നമ്മളിത് ആലോചിക്കുമ്പോൾ ഭാഷയെക്കുറിച്ച് പ്രത്യേകിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. നമുക്കതങ്ങ് സ്വാഭാവികമായിട്ട് ലഭിച്ചതായിട്ട് തോന്നുന്നതുകൊണ്ടായിരിക്കാം. നമ്മൾ ജീവശാസ്ത്രപരമായി നോക്കിയാൽ അവരവർ സ്വയം പ്രയോജനപ്പെടുത്തുന്ന വളരെ സബ്ജക്റ്റീവായിട്ടുള്ള ധാരാളം അറിവുകളുണ്ട്. ആ അറിവുകളിലൂടെയാണ് നാം ജീവിക്കുന്നത്. നമ്മൾ മാത്രമല്ല, വാസ്തവത്തിൽ എല്ലാ ജീവികളും അവരുടെ ചുറ്റുപാടുകളിൽ നിന്നും സ്വീകരിക്കുന്ന സിഗ്നലുകൾക്കനുസരിച്ചും ആണ് ചുറ്റുപാടുകളോട് പ്രതികരിക്കുന്നത്. അതിന് ഓരോ ജീവിക്കും വ്യത്യസ്തമായ ഉപാധികളുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയും കേൾവിയുമാണ് ഏറ്റവും ശക്തമായിട്ടുള്ള സംവേദന ഉപാധികൾ. ഒരു സംവേദനം സ്വീകരിക്കുന്നു, അതിനുശേഷം മുൻ അറിവുകൾക്കനുസൃതമായി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ചിലത് മുൻ അറിവുകളില്ലാതെ തന്നെ റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാകും, ചിലത് മുൻ അറിവുകൾക്കനുസരിച്ച് പുതിയ തരത്തിലുള്ള ഒരു പ്രതികരണം ഉൽപ്പാദിപ്പിക്കും. ഇത് ആഹാരം അന്വേഷിക്കുന്നതിനും മേറ്റിനെ സെലക്ട് ചെയ്യുന്നതിനും അപകടങ്ങളിൽ ഒഴിവാകുന്നതിനും എല്ലാ ജീവിവർഗങ്ങളും അവരവരുടെ അറിവുകളെ പ്രയോജനപ്പെടുത്തുന്ന ഈ രീതിയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഇത് വളരെ വളരെ വ്യക്തിയധിഷ്ഠിതമായിട്ടുള്ള ഒരു അറിവായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി മിക്ക ജീവികളും മറ്റൊരു രീതിയിലുള്ള അറിവ് കൂടി നേടുന്നുണ്ട്. അത് ഒരു ജീവി തൻ്റെ കൂട്ടത്തിലുള്ളതോ അല്ലെങ്കിൽ ശത്രുവായ മറ്റൊരു ജീവിയുമായി, അല്ലെങ്കിൽ ശത്രുവല്ലാത്ത മറ്റൊരു ജീവി വർഗവുമായോ ഒക്കെ വിനിമയം ചെയ്യുന്ന തരം പ്രത്യേകതരം അറിവാണ് എന്ന് ഞാൻ പറയുന്നത്. പ്രത്യേകതരം ചലനങ്ങൾ, നീക്കങ്ങൾ. ഉദാഹരണത്തിന് ഒരു കഴുകൻ ഒരു മരച്ചില്ലയിലേക്ക് വരുന്ന കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു പ്രത്യേക ശബ്ദം അതിലെ ഒരംഗം, ഒരു കുരങ്ങ് വർഗത്തിലെ ഒരംഗം പുറപ്പെടുവിക്കുകയാണെങ്കിൽ ആ മരത്തിലോ ചുറ്റുമുള്ള മരത്തിലോ ഉള്ള മുഴുവൻ കുരങ്ങ് വർഗവും താഴേക്കുള്ള സ്ഥലങ്ങളിലേക്ക് ചാടിപ്പോകും. ചിലപ്പോൾ താഴെ നിന്നുള്ള ഒരു ആക്രമണത്തെ സൂചിപ്പിക്കാൻ വേറൊരു തരത്തിലുള്ള ശബ്ദമായിരിക്കും പുറപ്പെടുവിക്കുന്നത്. ഈ ശബ്ദം വ്യക്തിനിഷ്ഠമല്ല. കാരണം ഇത് ആ സമൂഹത്തിലെ മുഴുവൻ അംഗങ്ങളും ഒരുപോലെ മനസ്സിലാക്കുകയും ഒരുപോലെ പ്രതികരിക്കുകയും അതിനനുസരിച്ച് അവർ സർവൈവ് ചെയ്യുകയും ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അതായത് ഇമോഷൻസ് എന്ന് പറയുന്നത്, ഈ വൈകാരിക പ്രകടനങ്ങൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു വാല്യൂ ഉള്ള കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ പുഞ്ചിരി, സ്മൈൽ അല്ലെങ്കിൽ ചിരി നമ്മളെടുത്ത് നോക്കുക. ഏത് സമൂഹത്തിലും, ലിറ്ററേറ്റ് ആയാലും ഇല്ലിറ്ററേറ്റ് ആയാലും ഏതെല്ലാം കോണ്ടിനെന്റുകളിൽ എങ്ങനെയെല്ലാം ജീവിക്കുന്നവരായാലും ഇതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയെന്ന് മനസ്സിലാക്കുന്നത് എല്ലാ ചിരിയും പരസ്പരം തിരിച്ചറിയാൻ പറ്റും. ഒരു ട്രസ്റ്റ് ബിൽഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. അതായത് സാർവത്രികമായിട്ട് വസ്തുനിഷ്ഠമായ രീതിയിൽ തന്നെ ഈ വൈകാരിക പ്രകടനങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി മൂന്നാമത്തെ ഒന്ന്, ഇത് മനുഷ്യനെ തുടർന്നുള്ള വളരെ അടുത്തുള്ള ചില ജീവികൾക്ക് രൂപപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ്. പക്ഷെ മനുഷ്യനാണ് നമുക്ക് കൃത്യമായി പറയാവുന്ന ഒന്ന്. അതായത് കോംപ്ലക്സ് ലാംഗ്വേജ്. ഈ വികാര പ്രകടനങ്ങളിൽ നിന്നും കുറച്ചുകൂടി സിംബോളിക് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള സങ്കീർണമായ ഭാഷ എന്നുള്ളതാണ്. ഈ പ്രതീകങ്ങൾ നേരത്തെ ആ ശബ്ദം പുറപ്പെടുവിക്കുന്നത് പോലെ തന്നെ പ്രതീകങ്ങൾക്ക് പ്രത്യേകിച്ച് അതിന് ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു അർത്ഥമൊന്നുമില്ല. ഒരു ആണ് അല്ലെങ്കിൽ പെണ്ണ് അല്ലെങ്കിൽ പുരുഷൻ, സിംഹം, കടുവ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾക്ക് കൂടുതൽ പദപ്രയോഗങ്ങൾക്ക് ഈവൻ വൈകാരികമായിട്ടുള്ള എക്സ്പ്രഷനുമായിട്ട് പോലും ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധമില്ല. ചില വാക്കുകൾക്ക് മാത്രമാണ് അങ്ങനെയുള്ളത്, മറ്റെല്ലാം തന്നെ വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടാണ്. പക്ഷേ ഈ വാക്കുകളുടെ പ്രതീകം എന്ന് പറയുന്നത് ആ സമൂഹത്തിലെ എല്ലാവരും ഒരു പ്രത്യേക അർത്ഥത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ വാക്ക് ഉപയോഗിക്കും. ആ വാക്ക് അങ്ങനെ ഉപയോഗിക്കുന്നിടത്തോളം അതിനൊരു മൂല്യമുണ്ടാകും. അതായത് ഒരു സമൂഹത്തിലെ അംഗങ്ങൾ എല്ലാവരും പൊതുവായി അംഗീകരിക്കുന്നതാണ് ഒരു പ്രതീകത്തിൻ്റെ മൂല്യം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇത്തരം പ്രതീകങ്ങൾക്ക് വസ്തുനിഷ്ഠതയുണ്ട്, വ്യക്തിനിഷ്ഠമല്ല. അത് കുറെ കൂടി സമാനമായ ചിന്താഗതിയിലുള്ള ഒരു സമൂഹത്തിലെ എല്ലാ അംഗങ്ങളും ഒരുപോലെ മനസ്സിലാക്കുകയും പ്രതികരിക്കുകയും ചെയ്യും. ഈ പ്രതീകങ്ങൾക്ക് ഉള്ള ഒരു ഗുണമോ ദോഷമോ എന്ന് പറയുന്നത് ഇത് കാലക്രമേണ പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകാം. വാക്കുകളുടെ അർത്ഥവും ഒക്കെ മാറിപ്പോകാം. അങ്ങനെ മനുഷ്യ സമൂഹം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ലാംഗ്വേജ്, വർത്തമാനം,
സംസാരം എന്നുള്ളത് മനുഷ്യൻ്റെ അതിജീവനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്കറിയാം, ആഫ്രിക്കൻ സാവന്ന പോലുള്ള പ്രദേശത്താണ് മനുഷ്യ അല്ലെങ്കിൽ ഹോമോസാപ്പിയൻസിലേക്ക് വരുന്നതിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഭാഗമായിട്ടുള്ളത്. വളരെ പരന്ന വലിയ കുന്നുകളോ ഈവൻ വലിയ മരങ്ങളോ ഒന്നുമില്ലാത്ത വളരെ പരന്ന ഒരു പുൽമേട് പോലുള്ള പ്രദേശമാണ്. ഈ പ്രദേശത്ത് മനുഷ്യൻ ചുറ്റുമുള്ള ജീവികളിൽ നിന്നൊക്കെ ആക്രമിക്കപ്പെട്ട് അതിനെതിരെ പൊരുതിയാണ് ജീവിക്കുന്നത്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. എങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ജീവിവർഗങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള ഒരു ചെറിയൊരു ഒരു ആവാസ വ്യവസ്ഥ പോലെ, ഒരു തേനീച്ച കൂടുണ്ടാക്കുന്ന പോലെ, കാക്ക കൂടുണ്ടാക്കുന്നത് പോലെ, ചിതൽപുറ്റുകൾ ഉണ്ടാക്കുന്ന പോലെ അത്തരം ഒരു വ്യവസ്ഥ നിർമ്മിച്ചാണ് ജീവിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലങ്ങളിൽ ഇത്തരം ഒരു നിർമ്മിതമായ ഒന്ന് കാണാൻ പറ്റില്ല. പകരം നമുക്ക് കാണാവുന്നത് ഈ ഫയർ ക്യാമ്പ്സ് ആണ്. മനുഷ്യൻ ആഹാരം അന്വേഷിച്ച് പോകുന്നു, ഇരുട്ടാകുന്നു, തീ കൂട്ടുന്നു, ആ തീക്ക് ചുറ്റും ഇരിക്കുന്നു, കൊണ്ടുവന്ന ആഹാരം അവർ ഷെയർ ചെയ്യുന്നു. ഈ സമയങ്ങളെല്ലാം തന്നെ പല പഠനങ്ങൾ നടന്നിട്ടുള്ളത്. പഠനം ഇപ്പോഴും നിലനിൽക്കുന്ന പല എന്താ പറയുക, ഒരു ആധുനികമല്ലാത്ത തരത്തിലുള്ള സമൂഹങ്ങൾ, കാൽക്കാരി അതുപോലുള്ള സമൂഹങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ, ആ സമയത്ത് സംസാരിക്കുന്ന ഭാഷയ്ക്ക് മറ്റു സമയങ്ങളിൽ, പകൽ സമയങ്ങളിൽ സംസാരിച്ച ഭാഷയിൽ നിന്നും വളരെ വളരെ വ്യത്യാസമാണ്. കൂടുതൽ സമയവും ഇവർ സംസാരിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നത് ഒരു ഇമാജിനറി ലോകത്തെക്കുറിച്ചാണ്, ഒരു ഭാവനാ ലോകത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ കഥകളെക്കുറിച്ചാണ്. സാധാരണഗതിയിൽ ഇര പിടിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു അനിമൽ പോകുന്നതിനെ കുറിച്ചോ ഒക്കെ രാവിലെ സംസാരിക്കുന്നുണ്ടാകും. പക്ഷെ രാത്രി ആകുമ്പോഴേക്കും ഇതിനെ ഒരു ഫാൻറ്റസി വേൾഡിലേക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇമാജിൻ ചെയ്ത് ഒരു പുതിയ സാങ്കല്പിക ലോകം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു കഴിവ് ഇന്നും തുടരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കുട്ടികളുടെ ഈ പ്രിട്ടൺ പ്ലേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ പറ്റും. അവർ ഒരു എന്തെങ്കിലും കളികൾ, ഒരു കപ്പിൽ ചായ ഉണ്ടാക്കുന്നതായിട്ടൊന്നുമില്ലാതെ ശൂന്യതയും വെള്ളമില്ലാതെ തന്നെ വെള്ളം ഒഴിക്കുന്നതായിട്ട് അവതരിപ്പിക്കുമ്പോഴും വെള്ളമില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ അവർക്ക് അവതരിപ്പിക്കാൻ പറ്റും. അതായത് റിയാലിറ്റിയെയും ഇമാജിനറി വേൾഡിനെയും ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു വാസന മനുഷ്യ സമൂഹത്തിന് ഉണ്ടെന്നാണ് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. നമ്മൾ മുതിർന്നവരേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കാട്ടിലേക്ക് പോവുക, ഇതൊക്കെ ചെയ്യുമ്പോൾ അവസാന ദിവസം ഒരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ റിമോട്ടായിട്ടുള്ള അത്തരം ഒരു ഓർമ്മയുടെ ഭാഗമായിട്ടായിരിക്കാം ഇതൊക്കെ നമുക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ഭാവനാ കഥകൾ എന്ന് പറയുന്നത് റിയാലിറ്റിയുമായി ബന്ധമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇമാജിനറി കഥകൾ പറയുന്നത്? ഇമാജിനറി കഥകൾ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ലൈ ആണ്, അല്ലെങ്കിൽ കള്ളങ്ങളാണ്, അയഥാർത്ഥമാണ്, അസത്യമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മനുഷ്യൻ ഇത്തരത്തിലുള്ള അയഥാർത്ഥമായ കഥകൾ മെനയുന്നത് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. വെറുതെ ഒരു തരത്തിലുള്ള അഡാപ്റ്റീവായിട്ടുള്ള ഒരു സർവൈവൽ അഡ്വാൻറ്റേജും ഇല്ലാത്ത ഒരു കാര്യത്തിന് മേൽ ഇത്രയധികം സമയം നാം ചെലവഴിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട്. ഇത് ഒരു ചെറിയ ചിത്രമാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഹോമറിൻ്റെ ഒരു ആഖ്യാന ഭാഗം വായിക്കുന്നതാണ്. അതിലെ കഥാപാത്രങ്ങൾ നോക്കൂ. എല്ലാവരും എത്ര ശ്രദ്ധയോടെയാണ് അത് കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കുക. വളരെ ആധുനികമായ കാലത്ത് പോലും നമ്മൾ ഓരോരുത്തരെ തന്നെയും പരിശോധിക്കുക. സിനിമ, കഥ, തമാശകൾ, മീംസ്, അതുപോലെ ഭാവനപരമായ സങ്കല്പങ്ങളുള്ള നോവൽ, അങ്ങനെയുള്ള ഫിക്ഷൻ ഉള്ള പുസ്തകങ്ങൾ എത്ര സമയമാണ് ഒരു മനുഷ്യൻ സ്പെൻഡ് ചെയ്യുന്നത്? ഒരു ഉണർന്നിരിക്കുന്ന സമയത്തിൻ്റെ വളരെയധികം സമയം. ഇന്ന് ലോകത്തെ എല്ലാ കോണ്ടിനെന്റിലും ജീവിക്കുന്നവർ, പുസ്തകങ്ങളില്ലാത്തവർ, അവർ വെർബലി പറയുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമൂഹങ്ങളുണ്ട്. അല്ലാത്തവരെല്ലാം തന്നെ ഇതുപോലുള്ള എത്ര ആധുനികമായ രീതിയിലുള്ള ടെലിവിഷൻ ആയാലും പുസ്തകമായാലും മറ്റേതു മാർഗത്തിലൂടെ ആയാലും ഈ ഭാവന ലോകത്തിന് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത്
അഡാപ്ഷൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വന്നതായിരിക്കാൻ സാധ്യത കുറവാണ്. വളരെ വളരെ അഡാപ്റ്റീവായിട്ടുള്ള ഒരു ട്രെയ്റ്റാണ് ഇത്തരത്തിലുള്ള ഭാവനാ ലോകത്തിൽ അഭിരമിക്കുന്നതിനുള്ള മനുഷ്യൻ്റെ ശേഷി എന്നുള്ളതാണ്. എന്തായിരിക്കാം ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. 3 അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നാണ് വളരെ പ്രശസ്തനായിട്ടുള്ള ഫിലോസഫർ ഡെനിസ് ഡട്ടൻ സൂചിപ്പിക്കുന്നത്. ഒന്ന്, നമുക്ക് വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള, ലോ റിസ്ക് ആയിട്ടുള്ള ഒരു സറഗേറ്റ് എക്സ്പീരിയൻസ്, ഒരു സാങ്കല്പിക സാഹചര്യത്തെ നമുക്ക് സൃഷ്ടിക്കുവാനായിട്ട് നമുക്ക് കഴിയും. മുന്നിൽ നാളെ എന്തായിരിക്കാം, എവിടെ നിന്നാണ് നമ്മളെ ആക്രമിക്കുന്ന ഒരു ജീവി വരുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ഇര കണ്ടെത്താൻ കഴിയുന്നത് എന്നൊക്കെയുള്ള റിയാലിറ്റിയിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ ഒരു തരത്തിൽ പറഞ്ഞ പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള ഒരു വേദി എന്ന് പറഞ്ഞത് ഈ എന്താ പറയുക, ഒരു അയഥാർത്ഥമായ ലോകത്തെ സങ്കല്പിച്ച് പ്രിട്ടൻഡ് ചെയ്ത് അതിനകത്ത് അഭിനയിക്കാൻ പറഞ്ഞു. ഈ ആക്ച്വൽ എക്സ്പീരിയൻസിലേക്ക് പോകുന്നതിനേക്കാളും വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള, ലോ റിസ്ക് ആയിട്ടുള്ള ഒരു രീതിയാണിത്. അതുകൊണ്ട് തന്നെ അത്തരം അയഥാർത്ഥ ഭാവനകൾ സങ്കല്പിക്കുന്നത് മനുഷ്യന് സർവൈവൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. 2, ഇത്തരം കഥകൾ പലതരത്തിലുള്ള അറിവുകൾ നൽകുന്നു എന്നുള്ളതാണ്. മെമ്മറബിൾ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഓർത്തിരിക്കുന്ന തരത്തിൽ അറിവിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത്, നിങ്ങൾ വെറുതെ അറിഞ്ഞാൽ മാത്രം പോരാ, അത് കുറേ കാലത്തിന് ശേഷം ആവശ്യമായ സംഭവങ്ങളിൽ ഓർത്തെടുക്കേണ്ടതുണ്ട്. ഒരു ഡയറക്റ്റ് ആഖ്യാനത്തിനപ്പുറത്തേക്ക് ഒരു കഥയിലൂടെ പറയുന്നത് ഒരു ആ മെമ്മറബിൾ സംഭവത്തിലേക്ക് പെട്ടെന്ന് തന്നെ റീകളക്ട് ചെയ്യുന്നതിനുള്ള ശേഷി കൂടും. ഇതും ഇത്തരത്തിലുള്ള ഒരു ഭാവനാ ലോകത്തിൻ്റെ അയഥാർത്ഥ സങ്കല്പത്തിന് മനുഷ്യ സമൂഹത്തിന് ഗുണമുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഡെനിസ് ഡട്ടൻ വിശദീകരിക്കുന്നത്. 3-ാമത്തേത്, ദിസ് എൻകറേജസ് ടു എക്സ്പ്ലോർ പോയിന്റ്സ് ഓഫ് വ്യൂ. ഇത് വളരെ വ്യത്യസ്തമായ വീക്ഷണ കോണുകളിൽ നിന്ന് നമ്മളെ ഇത് കാണുവാൻ പ്രേരിപ്പിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മറ്റൊരാൾ ഒരു വിഷയത്തിൽ എങ്ങനെയായിരിക്കും സമീപിക്കുക, എനിക്ക് മാത്രമല്ല മനസ്സുള്ളത്, മറ്റൊരാൾക്കും മനസ്സുണ്ട്. ആ മനസ്സ് എൻ്റെ മനസ്സ് പോലെ ആകണമെന്നില്ല എന്ന തിരിച്ചറിവ് മനുഷ്യ സമൂഹത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റ് ജീവിവർഗങ്ങൾ ഒന്നും അത്രയധികം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഞാൻ ജനിച്ചു വന്നോ, ഞാൻ ജീവിച്ചിരിക്കുമെന്നോ, ഞാൻ മരിക്കുമെന്നോ എന്നൊക്കെയുള്ള നമ്മുടെ മൈൻഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫിസിക്കൽ, ഒരു ബ്രെയിൻ ഫംഗ്ഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു മെറ്റീരിയലിസ്റ്റിക് ഫംഗ്ഷനാണ്, അല്ലാതെ ഒരു ആധ്യാത്മിക ആ ഒരു സംഗതിയെ കുറിച്ചല്ല മനസ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ ബ്രെയിൻ ഫംഗ്ഷൻ. അത്തരത്തിലുള്ള ഒരു ബ്രെയിൻ ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് മറ്റൊരാൾ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ, എന്തൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് അറിയുന്നതിനുള്ള വ്യത്യസ്ത വീക്ഷണ കോണുകളെ ഭാവന ചെയ്ത് കഥകളിലൂടെ അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് പ്രത്യേകിച്ച് മനുഷ്യർ ഒരുമിച്ച് കൂട്ടമായി ജീവിക്കുമ്പോൾ ഇത് വളരെ പ്രധാനമാണ്. ഇതിനകത്ത് നിന്ന് മറ്റുള്ളവർ ഏത് തരത്തിലായിരിക്കും നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വെർബലായിട്ടുള്ള കാലത്തിന് ശേഷമാണ് നമ്മൾ ഒരു പിക്ചോറിയൽ റൈറ്റിങ്ങിലേക്ക് വരുന്നത്. പിക്ചോറിയൽ റൈറ്റിംഗ്, ആ ഒരു ഭാഷ, അക്ഷരം, എഴുത്ത് എന്നുള്ളതിന് മുമ്പ് തന്നെ നമുക്കുണ്ടായ ഒന്നാണ് ആക്ച്വലി ചിത്രരചന എന്ന് നമുക്ക് പറയാവുന്ന ഒരു കാര്യം. ഇത് അൽത്താമിറ എന്ന് പറയുന്ന സ്പെയിനിലെ ഒരു ഗുഹയിലെ ചിത്രത്തിൻ്റെ ഒരു റീപ്രൊഡക്ഷനാണ്. ഒറിജിനൽ ചിത്രം പെട്ടെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് ഇത് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു ബൈസന്റെ ഒരു ചിത്രമാണ്, നമുക്ക് കാണാമെന്ന് തോന്നുന്നു. ഇതാണ് ആക്ച്വലി ഒറിജിനൽ ചിത്രം. ഏതാണ്ട് ഗുഹയ്ക്കുള്ളിൽ ഇങ്ങനെയാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഇതുപോലെ 200-ൽ പരം കേവുകളിൽ ലോകത്ത് ഇത്തരം ചിത്രരചന ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ നമ്മൾ സാധാരണ വിചാരിക്കും നമ്മളൊരു ലെഷർ ടൈമിൽ വെറുതെ രസത്തിലിരുന്ന് ചിത്രങ്ങൾ വരയ്ക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാവുന്നത്. ഇത് അങ്ങനെയല്ല എന്നതിനുള്ള ധാരാളം തെളിവുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ പോകുന്നില്ല. എങ്കിലും പല ചിത്രങ്ങളും നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് ഗുഹയ്ക്കകത്താണ്. വളരെ ഇടനാഴികളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഗുഹയ്ക്കകത്താണ് ഈ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ചിത്രങ്ങൾ ഒന്നും തന്നെ ഉള്ളിടത്ത് മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. ഓക്സിജൻ ഒന്നും കിട്ടാത്ത അത്ര വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിലാണ് ഇത് രചിച്ചിരിക്കുന്നതായിട്ട്
കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിലെ ചിത്രങ്ങളുടെ സ്വഭാവം നോക്കുമ്പോൾ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂടുതലും നമ്മൾ ഇര തേടുന്ന മൃഗങ്ങളുടെ ചിത്രമാണ് കൂടുതൽ ആയിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കുളമ്പുകൾക്ക് കൂടുതൽ പ്രത്യേകതകൾ കൊടുത്തിരിക്കുന്നു. ഈ തരത്തിലൊക്കെ പല രീതികളിലൂടെ നാം മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് പല കാരണങ്ങളായിരിക്കും. ഒന്നുകിൽ ഇത് വരും തലമുറ അല്ലെങ്കിൽ കൂടെയുള്ളവരെ അവർ ഇരപിടിക്കേണ്ട മൃഗങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നതിനുള്ള ഒരു സ്ഥലമായിരിക്കാം. ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മൾ പറയുന്നതൊക്കെ മാറിപ്പോകാതിരിക്കുന്നുണ്ട്. ഒരു മാപ്പിംഗ് പോലെ ഉണ്ടായതായിട്ടും ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന മൃഗമുണ്ട്, മറ്റേ സ്ഥലത്ത് മറ്റേ മൃഗമുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലും ആകാമെന്നുള്ള പല വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. അതിലുപരിയായിട്ട് വന്നിട്ടുള്ള ഒരു വിശദീകരണം ഇതിൻ്റെ റിച്വലിസ്റ്റിക് പർപ്പസാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡ്രാമ എനാക്ട് ചെയ്യുന്ന പോലെയാണ്. നാളെ നിങ്ങൾക്ക് ഇര തേടുവാൻ പോകുന്നതിന് മുമ്പ്, നിങ്ങൾക്ക് ഹണ്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അതിൽ വരച്ച മൃഗങ്ങൾ, ആ മൃഗങ്ങൾ മൂവ് ചെയ്യുന്ന പോലുള്ള മൃഗങ്ങളിൽ സൂക്ഷ്മമായി അമ്പ് ചെയ്യുവാൻ പഠിപ്പിക്കുന്നത് റിച്വലിസ്റ്റിക് ആണ്. അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് പോലെ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ആചാരങ്ങൾ നടത്തി ആള് കൂടുകയും അടുത്ത ദിവസത്തെ ഇര തേടുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു എന്താ പറയുന്നത് മാനസികമായിട്ടുള്ള ഒരു കഴിവ് ആർജിച്ചെടുക്കുന്നതിന് വേണ്ടിയൊക്കെ ആയിരിക്കും അത്തരത്തിലുള്ള ആചാരങ്ങൾ നടന്നത്. നമുക്കിന്നും കാണാം അത്തരത്തിലുള്ള റിച്വൽസിൽ ഈ അനിമൽസിൻ്റെ പടങ്ങൾ പല സ്ഥലങ്ങളിലും പിന്നീട് തുടർന്നു വന്ന പല പല രാജാക്കന്മാരിലും കൊട്ടാരങ്ങളിലും നാണയങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള അനിമൽസിൻ്റെ ഇമേജുകൾ വളരെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ അനിമൽസിൻ്റെ കൊമ്പുമൊക്കെ വെച്ച് നിൽക്കുന്ന മനുഷ്യരൂപങ്ങൾ, കാലും ശരീരവും എല്ലാം മനുഷ്യനും അതേസമയം തല മാത്രം ഏതെങ്കിലും മൃഗത്തിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ധാരാളം ചിത്രങ്ങളും ഈ പാലിയോലിത്തിക് പീരീഡിൽ നിന്ന് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നേരത്തെ വാക്കുകളെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ പ്രതീകങ്ങളായിട്ടാണ് നിലനിൽക്കുന്നത്. ഈ പ്രതീകങ്ങൾക്ക് അവിടെ നിലനിൽക്കുന്ന ഷെയർ ചെയ്യപ്പെടുന്ന ഒരു ആളുകളുടെ പൊതു സമ്മതത്തിൽ മാത്രമായിട്ട് നിലനിൽക്കുന്നതാണ്. ഇത് ഒരു പക്ഷേ നമ്മൾ ഇന്ന് പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഡിസ്കുകൾ, ഹാർഡ് ഡിസ്കുകൾ, സ്റ്റിക്കി നോട്ടുകൾ എന്നൊക്കെ പറയുന്നത് പോലെ അന്നത്തെ മനുഷ്യൻ്റെ ആലോചനകൾ രേഖപ്പെടുത്തി വെച്ച സ്റ്റോർ ഇൻഫർമേഷൻസ് ആകാം എന്നും ഒരു വ്യാഖ്യാനമുണ്ട്. അത്തരത്തിലുള്ള പ്രതീകാത്മകമായ അറിവുകളുടെ സമ്പാദനത്തിലൂടെയും വിനിമയത്തിലൂടെയുമാണ് വാസ്തവത്തിൽ നമ്മൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ലാംഗ്വേജിന്, അതായത് ചിത്രകലയായാലും നേരത്തെ സൂചിപ്പിച്ച ഭാഷയായാലും വെർബൽ ലാംഗ്വേജ് ആയാലും അതുപോലെ തന്നെ എഴുത്തിലൂടെയുള്ള പ്രിന്റ് ചെയ്തിട്ടുള്ള രൂപത്തിലുള്ള ഭാഷയായാലും ഇതിന് ചില പ്രത്യേകതകളുള്ളത്. ഇത് അറിവ് ക്യാരി ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള ചിന്തകളിലൂടെ അറിവിലേക്കുള്ള അന്വേഷണമാണ്. പക്ഷെ ഇതിനൊരു അപകടം ഉള്ളത്, ഇത് തെറ്റുകൾ, പിശകുകൾ ഉൾക്കൊള്ളും എന്നുള്ളതാണ് ഭാഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ ഒരു ദിവസത്തെ പത്രം എടുത്ത് നോക്കുക. ഒരു പത്ര റിപ്പോർട്ടർ അയാളുടെ സബ്ജക്റ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് അദ്ദേഹം അങ്ങ് റിപ്പോർട്ട് ചെയ്യുന്നു. അതിലെ വസ്തുത പൂർണ്ണമായും പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എല്ലാ കാര്യത്തിലും പ്രായോഗികമാകണം എന്നില്ല, നിർബന്ധമില്ല. അതായത് നമ്മളൊരു കാര്യം പറയുക എന്ന് പറയുന്നത് തെറ്റാണെന്നോ ശരിയാണെന്നോ ബോധ്യപ്പെടുത്തുന്നത് പലപ്പോഴും അത് പറഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നത്, ഞാൻ എഴുതാത്ത കവിത നീ എങ്ങനെ വായിച്ചെന്നാണ് എന്നാണ്. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പറയുന്നത് ശരിയാണോ സത്യമാണോ എന്ന് മനസ്സിലാക്കുന്നതിന് പോലും ഒരു എക്സ്പ്രഷൻ ആവശ്യമാണ്. അത്തരത്തിലൊരു എക്സ്പ്രഷനാണ് ഭാഷ. അതേസമയം ഭാഷ വ്യക്തി അധിഷ്ഠിതമല്ല. ഭാഷ വളരെ വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള നിലയിലാണ് പരസ്പരം അംഗീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്നത്. അതിനകത്തുള്ള തെറ്റുകുറ്റങ്ങൾ എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ തെറ്റുകുറ്റങ്ങളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് പിന്നീടുള്ള ചർച്ചകളിലൂടെ നാം അതിനെ പരിഷ്കരിച്ച് എടുക്കുന്നത്. ഇവിടെയാണ് സയൻറ്റിഫിക് നോളജും ഞാൻ നേരത്തെ പറഞ്ഞ അറിവുകളും തമ്മിൽ വേർതിരിക്കേണ്ട ഒരു ആവശ്യം വരുന്നത്.
ഞാൻ സൂചിപ്പിച്ച സങ്കീർണമായ ഭാഷയുടെ പ്രതലത്തിലും ആ ചിന്തയിലും ഈ ലാംഗ്വേജ് ഇല്ലാതെ ചിന്തിക്കാനേ സാധ്യമല്ല. ഈ സിംബോളിക് രീതിയിലല്ലാതെ ഈവൻ നിങ്ങളുടെ ഒരു ബ്രെയിനിൽ പോലും ഇതിനെ മെറ്റഫറിക്കലായിട്ട് പോലും അനലൈസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ. അത്തരത്തിൽ ഭാഷയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി രീതിയിലുള്ള വിജ്ഞാനങ്ങളുണ്ട്. ആ വിജ്ഞാനങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് സയൻറ്റിഫിക് നോളജ് എന്ന് പറയുന്നത്. അത് കണിശത ഉറപ്പുവരുത്തുന്നു, സാർവത്രികമായി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു കണിശത ഉറപ്പുവരുത്തുന്നു. മറ്റതിന് പലപ്പോഴും കണിശത ആവശ്യം വരുന്നില്ല. ഇപ്പോൾ എന്നെ ഒരാൾ കൊല്ലാൻ വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്ന അറിവിന് പാരസെറ്റമോൾ ഗുളിക ലോകത്തെല്ലാവർക്കും കൊടുക്കാമോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഒബ്ജക്റ്റിവിറ്റി ആവശ്യമില്ല. കാരണം എന്നെ കൊല്ലാൻ വരുന്ന ആൾ വേറൊരാളെ കൊല്ലുന്നില്ല എന്ന ഒബ്ജക്റ്റിവിറ്റിയിലേക്ക് പോയാൽ അത് എൻ്റെ സർവൈവലിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് പലതരത്തിൽ ഈ അറിവുകൾ സബ്ജക്റ്റീവായിട്ടും ഒബ്ജക്റ്റീവായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ ഒരാളുടെ ആങ്കർ കാണുമ്പോൾ നമ്മൾ അപകടമാണ് എന്ന് മനസ്സിലാക്കുന്നത് വസ്തുനിഷ്ഠമായി ഒരു സമൂഹം അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. എന്താണ് ഈ ശാസ്ത്രവിജ്ഞാനം? കണിശമായ ശാസ്ത്രവിജ്ഞാനത്തിൻ്റെ ചില ലിമിറ്റേഷൻസ് കൂടി ഞാനിവിടെ സൂചിപ്പിക്കാം. ഒന്ന്, സയൻസ് എൻക്വയറി വളരെ ഒബ്ജക്റ്റീവ് ആണെങ്കിലും സയൻസ് എൻക്വയറി നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം അത് സയൻസ് നോളജിന് പുറത്തുള്ള ഒരു വാല്യൂ ജഡ്ജ്മെൻറ്റിന് അതീതമായി പ്രവർത്തിക്കാൻ പറ്റില്ല, അതിനുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് ശാസ്ത്രത്തിന് അതീതമായ ശാസ്ത്രേതരമായ ഒരു മൂല്യവ്യവസ്ഥതയിൽ നിന്ന് മാത്രമേ ഒരു സയൻറ്റിഫിക് തോട്ട് പോസിബിളായിട്ട് വരുന്നുണ്ട്. അതൊരു വാല്യൂ ജഡ്ജ്മെൻറ്റാണ്. ഇത് ആ വാല്യൂ ജഡ്ജ്മെൻറ്റ് ഒരിക്കലും സയൻസിൽ നിന്നും വരുന്നതല്ല. ഞാൻ അതിലേക്ക് വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തേത്, ഈ ശാസ്ത്ര ലോകത്തിന് പുറത്തുള്ള നിരവധി സോഷ്യൽ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസും സയൻറ്റിഫിക് നോളജിൻ്റെ അക്വിസിഷനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡോളി എന്ന് പറയുന്ന ആളിനെ നമ്മൾ ക്ലോൺ ചെയ്തു. പക്ഷെ അത് പിന്നീട് പ്രോത്സാഹിപ്പിക്കപ്പെടാതിരിക്കുകയും എന്തുകൊണ്ട് മനുഷ്യനെ ഒരു സമ്പൂർണമായ ആരോഗ്യവും സമ്പൂർണമായ സർവൈവൽ ഫിറ്റ്നസ്സുമുള്ള ഒരു മനുഷ്യനെ ക്ലോൺ ചെയ്യുകയും ആ മനുഷ്യൻ്റെ ക്ലോൺഡ് രൂപങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരുടെയോ ക്ലോൺഡ് രൂപങ്ങൾ ഈ ഭൂമിയിൽ മുഴുവൻ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്തുകൂടാ? ഈ ചോദ്യം ശാസ്ത്ര ചിന്തയ്ക്കനുസരിച്ചുള്ള സയൻറ്റിഫിക് നോളജിൻ്റെ മെത്തഡിനകത്ത് നിൽക്കുന്നതല്ല, അതിന് പുറത്തുള്ള ധാരാളം ഫിലോസഫിക്കൽ ഡിബേറ്റിനകത്താണ് നിലനിൽക്കുന്നത്. അത്തരം ഒരു പരിമിതി ശാസ്ത്രത്തിന് അറിവുകൾ ആർജിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തേത്, വളരെയധികം സബ്ജക്റ്റീവ് എറേഴ്സും വളരെയധികം മാനിപ്പുലേഷൻസും സയൻറ്റിഫിക് വേൾഡിനകത്തും പോസിബിളാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ കോവിഡ് സമയത്ത് ലാൻസെറ്റ് ഒരു ഡാറ്റ പബ്ലിഷ് ചെയ്യേണ്ടതുണ്ടായി. അത് പിന്നീട് ലാൻസെറ്റ് നീക്കം ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ധാരാളം ഉദാഹരണങ്ങൾ, പിൽട്ടൗൺമാൻ ഇവല്യൂഷണറി തിയറിയെ സ്വാധീനിച്ച് വളരെ നാളുകൾ അംഗീകരിക്കപ്പെട്ട തിയറിയായിട്ട് നിലനിന്നതാണ്. എന്താണ് ഇതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സയൻസ് എന്ന് പറയുന്നത് വളരെ സാങ്കല്പികമായ ഒരു ഇമാജിൻഡ് കമ്മ്യൂണിറ്റിയാണ് സയൻസ് വേൾഡ്. അങ്ങനൊരു ലോകമില്ല, അങ്ങനൊരു അതോറിറ്റി ഇല്ല, അങ്ങനൊരു കൂട്ടമായ അപ്രൂവ്ഡ് എഗ്രീഡ് കമ്മ്യൂണിറ്റി ഇല്ല. എവിടെയോ നിലനിൽക്കുന്ന ഒരു ലോകമാണിത്. വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ലോകമാണ്. അവിടെ നടക്കുന്ന സംവാദങ്ങളിൽ നിന്നും സമയമെടുത്തും വളരെ പെട്ടെന്ന് നമുക്ക് ഉരുത്തിരിയുന്ന ഒന്ന് മാത്രമാണ്. വളരെ സബ്ജക്റ്റീവായിട്ടെന്ന് പറയാം. ആ സബ്ജക്റ്റിവിറ്റി വ്യക്തിപരമായ സബ്ജക്റ്റിവിറ്റി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിലും അത്തരം ഒരു ആശയവിനിമയത്തിലൂടെ എന്താ പറയുന്നത് രൂപപ്പെടുന്ന ഒന്നാണ് സയൻസ് വേൾഡ്, അല്ലെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡ്, സയൻറ്റിഫിക് നോളജ്, അല്ലെങ്കിൽ സയൻറ്റിഫിക് ഡിസ്കവറീസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ കൃത്യമായൊരു വസ്തുനിഷ്ഠയുടെ ലോകം സയൻസ് വേൾഡിനകത്ത് നിന്ന് സാധ്യമല്ല. മറ്റ് പല തരത്തിലുള്ള പുറമേയുള്ള ഘടകങ്ങളുടെ കൂടി പരിധി സയൻറ്റിഫിക് നോളജിൽ ഉണ്ട് എന്ന് പറയാനാണ് ഇത് ഞാൻ സൂചിപ്പിച്ചത്. ഈ ചർച്ചകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി ഉന്നയിച്ചതാണ് ആർട്ടിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു വാലിഡ് നോളജായിട്ട് കണക്കാക്കാത്ത, വാലിഡ് നോളജ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരിടമായിട്ടാണ് ഈ പ്രഭാഷണ പരമ്പരയിൽ
ആ ഡോക്ടർ വിശ്വനാഥൻ, അതുപോലെ തന്നെ പ്രതീഷും, അതുപോലെ തന്നെ ഒരുപക്ഷെ ജെറി കോയിൻ ഒക്കെ ഇതിനകത്ത് സൂചിപ്പിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ മനുഷ്യ സമൂഹങ്ങളും നേരത്തെ പറഞ്ഞ പോലുള്ള ആർട്ടിലോട്ട് പോകുന്നുണ്ട്. ചില ജീവികൾ, ഓസ്ട്രേലിയയിൽ ഉള്ള ബോവർ ബേർഡ് മനുഷ്യന് തുല്യമായ ചില ആർട്ടിസ്റ്റിക് ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചതാണ്. നമുക്കൊരു വീഡിയോ കാണാം. ഈ വീഡിയോ ഏതാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാം. 2 മെഡിക്കൽ വിദ്യാർത്ഥികൾ, ജാനകി നവീനും, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ ചെയ്ത 30 സെക്കൻഡ് മാത്രം വരുന്ന ഒരു ചെറിയ വീഡിയോ ക്ലിപ്പാണ്. മുഷ്താഖ് അലി എന്ന് പറയുന്ന അവരുടെ കൂടെ തന്നെ സഹപാഠിയോ മറ്റാണ് സ്മാർട്ട് ഫോണിൽ വളരെ കാഷ്വലായിട്ട് ഷൂട്ട് ചെയ്ത ഒന്നാണ്. പക്ഷെ ഇത് ഞാൻ കലയുടെ വിഭാഗത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. പൊതുവിൽ കലയുടെ ഒരു രീതിയിൽ ഒരു സ്റ്റാറ്റസ് അക്വയർ ചെയ്തിട്ടുള്ള ഒന്നല്ല. പക്ഷെ ഞാനിതിവിടെ കാണിക്കുന്നതിന് വളരെ പ്രധാനമായിട്ടുള്ള ചില ആലോചനകൾ ഉണ്ട്. ഇത് കാണാത്ത ആരും, ഞാൻ ഈ സംസാരിക്കുന്നത് കേൾക്കുന്നവരോ കേൾക്കാത്തവരോ ആയിട്ടുള്ള ആരും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ആണ് ഞാൻ കരുതുന്നത്. ഇതൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളല്ല എന്ന് നമുക്കറിയാം. സാധാരണഗതിയിൽ സമാനമായിട്ട് ഈ ടിക്ടോക്ക് വീഡിയോകൾ, ഡബ് മാഷ്, ചെറിയ ട്രോൾ കാർഡുകളുടെ വീഡിയോകൾ, ഇങ്ങനെയുള്ള നിരവധി ഡിജിറ്റൽ ഡ്രോയിങ്സ്, ഇങ്ങനെ ധാരാളം ആർട്ട് വർക്കുകൾ വളരെ ചെറിയ ചെറിയ തരത്തിലുള്ള ഒരു ഹൈ ആർട്ട് എന്ന് പറയാവുന്ന രൂപത്തിലുള്ള സാധാരണ കുട്ടികൾ പോലും, പ്രൊഫഷണൽ അല്ലാത്ത ആളുകൾ പോലും ചെയ്യുന്ന ഒന്നാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ ആരംഭത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഇതെല്ലാം പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചത്. ഈ കുട്ടികളെന്ന് വിളിക്കുകയല്ല, ഐ മീൻ ദ മെഡിക്കൽ സ്റ്റുഡൻസ് എന്നുള്ള ഈ മെഡിക്കൽ സ്റ്റുഡൻസും ഇത് ചെയ്യുമ്പോൾ വളരെ ഗൗരവമായിട്ടൊന്നുമല്ല അവർ ചെയ്യുന്നത്. ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് ധാരാളം ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകൾ എടുക്കുന്നു, അതൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു, യൂട്യൂബിൽ വ്യൂവേഴ്സ് ഉണ്ടാകുന്നു, ഒരു പ്രസിദ്ധി കിട്ടുന്നു. അവരുടെ തന്നെ വാക്കുകൾ ഒരു ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ക്യാമ്പസിലൊന്ന് ഫേമസ് ആകാൻ വേണ്ടി എടുത്താണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഉദ്ദേശമില്ല എന്നുള്ളതാണ്. അത്ര വളരെ ചെറിയ രീതിയിലാണ് എടുത്തത്. പക്ഷേ പെട്ടെന്ന് തന്നെ പ്രൊഫഷണൽ രംഗത്തുള്ള ചില നൃത്ത പരിശീലകർ, നൃത്ത അധ്യാപകർ ഒക്കെ അത് ഷെയർ ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ കുറച്ച് വൈറലാവുകയും ഒക്കെ ചെയ്തു. ഇത്തരം സ്ഥലം വരെ ഇതെല്ലാം ഓക്കെയാണ്. എന്നാൽ കേരളത്തിലുള്ള ഒരു വ്യക്തി, അഡ്വക്കേറ്റ് കൃഷ്ണരാജ്, ഒരു ഹൈന്ദവ തരത്തിലുള്ള ചിന്തയും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരാൾ, അതുപോലെ അത് സിമിലർ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള, അദ്ദേഹത്തിനോട് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള പല ആളുകളും സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോയെ സംബന്ധിച്ച് ധാരാളത്തിലുള്ള കമൻറ്റുകൾ. ആ കമൻറ്റ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ജാനകിയും നവീനും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ 2 വിദ്യാർത്ഥികളുടെ ഡാൻസ് വൈറലാകുന്നു. ജാനകി എം ഓംകുമാറും നവീൻ കെ റസാഖും ആണ് വിദ്യാർത്ഥികൾ. എന്തോ ഒരു പന്തികേട് മണക്കുന്നു. ജാനകിയുടെ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, നന്ന് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതെന്നല്ലേ നിമിഷയുടെ അമ്മ തെളിയിക്കുന്നത്. ജാനകിയുടെ അമ്മയ്ക്കും അച്ഛൻ ഓംകുമാറിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നോക്കുക, ഈ വാക്കുകളിൽ തന്നെയുള്ള സിംബോളിക് കപ്പാസിറ്റി. ഇത് വർഗീയതയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് തുടർന്ന് ചർച്ചകളൊക്കെ. മതത്തിൻ്റെയോ ജാതിയുടെയോ ഒക്കെ പേര് പറഞ്ഞ് വിഷലിപ്തമാക്കുന്ന എന്ന നിലയിലാണ് പറഞ്ഞത്. ബട്ട് നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെവിടെയും തന്നെ അത്തരത്തിലുള്ളൊരു പരാമർശം കാണാൻ പറ്റത്തില്ല. നമ്മുടെ പ്രയർ നോളജ്, അതായത് നിമിഷയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ പേരുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ജാനകി എം ഓംകുമാറും നവീൻ കെ റസാഖും എന്ന പേരും ഓർമ്മിപ്പിക്കുന്നതിലൂടെ വളരെ സിംബോളിക് ആയിട്ടുള്ള ഒരു രീതിയിലൂടെയാണ് ഇതിനെതിരെ
പ്രതികരിച്ചത്. ഈ റെസ്പോൺസ് കൊണ്ട് ഉണ്ടായത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ വീണ്ടും വീണ്ടും ഇതെന്താണ് സംഭവം എന്ന് അറിഞ്ഞുകൊണ്ട് കൂടുതൽ ആളുകൾ ഇത് കാണാൻ തുടങ്ങി. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏതാണ്ട് 80 ലക്ഷം ആളുകൾ ഇത് യൂട്യൂബിലൂടെ കണ്ടു, ഇവരുടേത് മാത്രം. അത് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് അതിനടുത്ത് തന്നെ സംഖ്യയിൽ ഇതിൻ്റെ റീപ്രൊഡക്ഷൻസ് ഉണ്ടായി. ഒരു കൾട്ട് മേക്കിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇൻഡിക്കേഷനാണ് ഈ എന്താ പറയുക, ഒരു ഇതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്. പലതരത്തിലുള്ള ആളുകൾ ഇത് അനുകരിക്കുകയും കമൻ്റ് ഇടുകയും അവരുടെ ഡ്രോയിങ്ങുകൾ ഉണ്ടാക്കുകയും കപ്പിലും ടീഷർട്ടിലും ഒക്കെ ഇത്തരം ഐക്കൺസ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു കൾട്ട് ഫോർമേഷൻ പോലെയാണ്. എത്രത്തോളം സമൂഹത്തിൽ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ജനിതകമായി നമ്മൾ ആർജിച്ച ഒന്നല്ല. എല്ലാവരും ഒരേ സമയം ഇത് ഏറ്റെടുക്കുന്നു, എല്ലാവരും ഒരേ രീതിയിൽ മനസ്സിലാക്കുന്നു. അതായത് സബ്ജക്റ്റിവിറ്റിയേക്കാൾ കുറച്ചുകൂടി ഒബ്ജക്റ്റിവിറ്റിയോട്ട് ഞാൻ അതിലേക്ക് വരാം. ഇങ്ങനെ ജനിതകമല്ലാത്ത രീതിയിൽ വസ്തുക്കളെ കൈമാറ്റം ചെയ്യുന്നതിനാണ് നമ്മൾ സംസ്കാരം അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറയുന്നത്. ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. എങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡെഫിനിഷൻ ഫ്രാൻസ് ഡി വോൾഡേ ആണ്, ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള. കൾച്ചർ ഈസ് ഹൗ we do and think about things transmitted by non-genetic means. ഇന്ന് പക്ഷേ ഒരു ജീൻ കൾച്ചർ കോ എവല്യൂഷൻ എന്ന രീതിയിൽ ഇതിനെ കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. വെറും ജനിതകേതരമായിട്ട് മാത്രമല്ല, ജനിതക രീതിയിലൂടെയുള്ള ഒരു ട്രാൻസ്മിഷൻ കൂടി സംഭവിക്കുന്നു എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വീഡിയോ ഞാനിവിടെ കാണിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് ഇതൊരു ആർട്ടായിട്ട് പരിഗണിക്കുന്നില്ല എങ്കിൽ പോലും ഇത് വളരെ ഇംപ്ലിസിറ്റായിട്ട് ചില അറിവുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ അറിവാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ചില മാസ്ക്ഡ് ഫീലിംഗ്, ഒരു ഡിസപ്ഷനിലുള്ള ഒരു കമ്മ്യൂണിറ്റി, ഒളിച്ചിരിക്കുന്ന കുറേ സങ്കല്പങ്ങൾ, ഒളിച്ചിരിക്കുന്ന ചിന്തകൾ, ഒളിച്ചിരിക്കുന്ന ചില അപകടങ്ങൾ. ഇമോഷണലി നമ്മളെല്ലാം ഈ നൃത്തം കണ്ട് ഇതിനെ ഏറ്റെടുത്ത് ഇത്രയും ആളുകൾ കണ്ടതിന് പിന്നിൽ ഇതൊരു ഏറ്റവും മികച്ച നൃത്തമായതുകൊണ്ടോ, ഏറ്റവും ഒറിജിനൽ ആയതുകൊണ്ടോ, ഏറ്റവും പുതുമയുള്ളതുകൊണ്ടോ, ഇത് സുന്ദരമായതുകൊണ്ടോ ഒന്നുമല്ല. ഇതിലെ ചർച്ചകൾ പോലും ഇത് നല്ലതാണെന്നോ ചീത്തയാണെന്നോ, കാണാൻ രസമുണ്ടെന്നോ, ട്യൂൺ ശരിയായില്ലെന്നോ, ഇങ്ങനെയുള്ള ചർച്ചകൾ പോലും ഉണ്ടായില്ല. വാസ്തവത്തിൽ ഇതിന് പിന്നിലുണ്ടായ ചർച്ചകൾ മുഴുവൻ മറ്റൊന്നായി. അതായത് സമൂഹത്തിൽ ഒളിഞ്ഞു കിടന്ന, മറ്റൊരു തരത്തിലും നമുക്ക് എലിസിറ്റ് ചെയ്യാൻ സാധ്യമില്ലാത്ത, നമ്മുടെ ചുറ്റുപാടുമുള്ള, നവീനും ജാനകിക്കും ചുറ്റുമുള്ള ഒരു ലോകത്തെ, ഒളിച്ചിരിക്കുന്ന ഒരു ചിന്തയെ എലിസിറ്റ് ചെയ്യുവാൻ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു ചിന്തകളുള്ള ഒരു ലോകത്തെ എലിസിറ്റ് ചെയ്യുവാൻ ഈ വീഡിയോയിലൂടെ പൊടുന്നനെ കഴിഞ്ഞു. അത് വളരെ യാദൃച്ഛികമായി സംഭവിച്ചതാണെന്നുള്ളതാണ് വേറൊരു കാര്യം. നമുക്ക് വേണമെങ്കിൽ ഒരു സർവേ നടത്താം. ജാനകിയും നവീനും എന്ന രണ്ടുപേർ അവരുടെ മതപരമായ പേരുകൾ വെച്ചിട്ട് ഇങ്ങനെ ഒരു 2 ഡാൻസ് കളിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഒരുമിച്ചിരുന്നാൽ, അവർക്ക് ഒരുപക്ഷെ സുഹൃത്തുക്കളായാൽ, അല്ലെങ്കിൽ ഒരു വിവാഹം കഴിച്ചാൽ, അല്ലെങ്കിൽ ഒരു പാർട്ട്നേഴ്സ് ആയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊരു ഫോം എടുത്ത് നമുക്ക് എല്ലാവർക്കും കൊടുത്താൽ നമ്മുടെ മനസ്സ് മനസ്സിലാക്കുവാൻ കഴിയുമോ ഇല്ലേ? It's impossible. That is the main reason that people will tell you lies. നുണകൾ പറയുക എന്ന് പറയുന്നത് വളരെ ആരോഗ്യകരമായ ഒരു മനസ്സിൻ്റെ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഗുണമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. വളരെ ഇൻസ്റ്റിങ്ക്റ്റീവായിട്ട് ലൈവ് പറയുക. നമുക്ക് എത്ര വേണമെങ്കിലും ജൈവശാസ്ത്രപരമായിട്ടുള്ള ഉദാഹരണങ്ങൾ കണ്ടെത്താൻ പറ്റും. ഒരിക്കലും നമ്മൾ നേരിട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ സത്യസന്ധമായ ഒരു ഉത്തരം കിട്ടാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മുടെ സമൂഹത്തിനുള്ളിൽ ഈ ഒളിഞ്ഞിരിക്കുന്ന, നമുക്ക് ചുറ്റിലുമുള്ള അപകടങ്ങളെയായാലും, ഫ്രണ്ട്സിനെയായാലും ഫോഴ്സിനെയായാലും, ശത്രുക്കളെയായാലും മിത്രങ്ങളെയായാലും, നമ്മുടെ അതിജീവനത്തിന് സഹായിക്കുന്നവരെയായാലും നമ്മുടെ അതിജീവനത്തിന് തടസ്സം നിൽക്കുന്നവരെയായാലും തിരിച്ചറിയുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് മറ്റൊരു ലൈനിലൂടെ ഇമോഷണലി ചാർജ് ചെയ്തുകൊണ്ട് പൊടുന്നതിന് പ്രതികരിക്കുന്ന രീതിയിലുള്ള ഇത്തരം കലാരൂപങ്ങൾക്ക് ഇത് കഴിയും എന്നുള്ളതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ്
രണ്ട് വിവരങ്ങളാണ്, രണ്ട് വിജ്ഞാനങ്ങളാണ് ഈ വീഡിയോയിലൂടെ പുറത്തു വരുന്നത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറമേയുള്ള ആളുകളുടെ ഒരു ലോകം, രണ്ട് മതങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തെ സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു ലോകം. അതേസമയം ഇതിനോട് പ്രതികരിച്ചവരാകട്ടെ, അതായത് ഇമിറ്റേറ്റ് ചെയ്ത് വീഡിയോകൾ പ്രസിദ്ധീകരിച്ചവരൊക്കെ എല്ലാം നിങ്ങൾക്ക് കാണാം, അവരോട് സ്നേഹവും താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് ഈ വീഡിയോകളിലെല്ലാം പിന്നീട് വന്നിട്ടുള്ളത്. ഈ രണ്ട് ലോകത്തെയും തിരിച്ചറിയാൻ പറ്റും. ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടും ഇവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടുമാണ്. വളരെ കുറച്ച് പേര് മാത്രമാണ് ഒളിഞ്ഞിരുന്നോ ഒളിയാതെയോ എതിരഭിപ്രായം പറഞ്ഞത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ സമൂഹത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ധാരാളം പേര് ഇനിയും ഉണ്ടാകും. ഈ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇവർക്ക് അനുകൂലത പ്രഖ്യാപിച്ചവർക്ക് അപ്പുറത്തേക്ക് മറഞ്ഞിരിക്കുന്ന ധാരാളം പേരുണ്ടാകാം എന്നുള്ള ഒരു സൂചന, ഈ ചിന്തകൾ നിലനിൽക്കുന്ന സമൂഹത്തിനകത്താണ് നാം ജീവിക്കുന്നത് എന്ന ചിന്തയാണ് ഇതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഒന്ന്. രണ്ടാമത്തേത്, ഇതിനെതിരെയുള്ള പ്രതികരണം നോക്കുക. അതും കപടതയാണ്, അല്ലെങ്കിൽ ഒരു ഡിസെപ്ഷനാണ്. നേരിട്ട് ഈ വസ്തു പറയുന്നില്ല. നിങ്ങൾ ഒരു കോടതിയിൽ, ഇത് ഇന്ത്യയിലൊക്കെയുള്ള കോടതികളിൽ ഈ വർഗീയത എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ഒഫൻസായിട്ട് നിലനിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ കൊണ്ടൊരു ഒഫൻസിന് ഒരു കേസോ അങ്ങനെ എന്തെങ്കിലും ഫയൽ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? പ്രശ്നമാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്. അദ്ദേഹം മാത്രമല്ല, ഇതിനെ തുടർന്ന് ശശികല ടീച്ചർ അതുപോലുള്ള ധാരാളം പേരുടെ കുറിപ്പുകൾ വരുന്നുണ്ട്. ഈ കുറിപ്പുകളൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, all these statements are highly deceptive. ഒരിക്കലും നിങ്ങൾക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് അത് ഈ തരം പരാമർശങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്ന് കാണുവാനേ കഴിയുകയില്ല. ഈ എലിസിറ്റിംഗ് ഡിസെപ്ഷൻ എന്നുള്ളത് അതിജീവനത്തിന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ മുച്ചീട്ട് കളി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. നമ്മുടെ കയ്യിൽ 3 കാർഡുകളുണ്ട്, മറ്റുള്ളവരുടെ കയ്യിൽ കാർഡുകളുണ്ട്. നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരുടെ മുഖവും അവരുടെ ചിന്തയും അവരുടെ രീതിയും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ കയ്യിലുള്ള കാർഡുകൾ നമ്മളെക്കാൾ മികച്ചതാണോ ബെറ്റ് ചെയ്യാൻ എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും. തിരിച്ചും എൻ്റെ കയ്യിലുള്ള കാർഡിൻ്റെ തനിനിറം മറ്റേയാൾക്ക് ബോധ്യപ്പെടാത്ത രീതിയിൽ സ്വയം ഒരു ഡിസെപ്റ്റീവായി, ഈ ഒരു ഡിസെപ്ഷൻ്റെ ഒരു മത്സരം വാസ്തവത്തിൽ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും ഇത് ട്രെയിൻ ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ പ്രിട്ടൺ ബെയിൽ, നമ്മുടെ ഇവിടെ കേരളത്തിലൊക്കെ സാറ്റ് കളിക്കുക, കള്ളനും പോലീസും കളിക്കുക എന്നൊക്കെ പറയുന്നത് ഈസിലി നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. ഒരാൾ കള്ളനായിട്ട് അഭിനയിക്കുന്നു, കുറച്ച് കഴിഞ്ഞ് പോലീസായിട്ട് അഭിനയിക്കുന്നു, അടുത്ത സെക്കൻഡിൽ പറയാണ് കള്ളനായിട്ട് അഭിനയിച്ചോ പോലീസാണെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് വെരി ഇൻസ്റ്റന്റേനിയസ്ലി ഹി ക്യാൻ ഷിഫ്റ്റ്. ഈ ലൈവ് പറയുന്നത് ആൾക്കറിയാം കള്ളനില്ലെന്ന് അറിയാം. അപ്പോൾ അത്തരത്തിൽ ഈ ചീറ്റിംഗ് ചെയ്യുക എന്ന് പറയുന്നത്, ചീറ്റിംഗ് ചെയ്യുന്ന ആളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും സമൂഹത്തിലെ അറിവുകളായി നിലനിൽക്കുന്ന വസ്തുതകളാണ്. അവയെ എലിസിറ്റ് ചെയ്യുക, ഉപയോഗിക്കുന്ന രീതി ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയല്ല. ഇത്തരത്തിലുള്ള സിംബോളിക് പവറുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ്. മെറ്റീരിയൽ ഞാൻ വേറെ അർത്ഥത്തിൽ ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഒരു മെറ്റാഫിസിക്കൽ മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ പറയാം. ആർട്ടിന് മെറ്റീരിയൽ ആയിട്ടുള്ള ആർട്ട് വർക്കുകളും ഉണ്ട്. ഡോക്ടർ വിശ്വനാഥൻ സൂചിപ്പിക്കുകയുണ്ടായി, അതായത് എനിക്കറിയില്ലേ അവനെ, എനിക്കറിയാം അവനെ എന്ന് പറയുകയും ഒരാളിനെ നമുക്കറിയാം, പക്ഷെ അയാൾ പിന്നീട് നമ്മളെ വഞ്ചിച്ചേക്കാം. അപ്പോൾ സയൻസ് ഇതരമായ വിജ്ഞാനം കൊണ്ട് പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിന്നീട് വിശ്വാസ വഞ്ചനകൾ ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ഇത്തരം വിശ്വാസ വഞ്ചനകളെ തിരിച്ചറിയുന്നതിനും അത് കണ്ടുപിടിക്കുന്നതിനും അതിനനുസൃതമായി ജീവിതത്തെ പര്യാപ്തപ്പെടുത്തുന്നതിനുമായിട്ട് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ സയൻസ് ഇതര മാർഗങ്ങളാണ്, പ്രത്യേകിച്ചും ആർട്ടാണ്. സയൻസിന് ഇത്തരത്തിൽ വിശ്വാസവഞ്ചന ചെയ്യുന്ന ആളുകളെ കണ്ടുപിടിക്കുവാൻ ഒരു സാധ്യതയും അവശേഷിക്കുന്നുമില്ല. ഇത് സമാനമായിട്ട് നമുക്ക് കേരളത്തിൽ തന്നെ നടന്ന സംഭവമാണ്. ഒരു ആക്ടിവിസ്റ്റ് കൂടിയായ രഹന ഫാത്തിമ ഡയറക്റ്റായിട്ട് ആർട്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ച പോലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ചെയ്ത പോലുള്ള ജാനകി നവീൻ്റെ വീഡിയോ പോലെ അവർ ചെയ്ത വസ്തു സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാക്കിയ റെസ്പോൺസ് പോലെയല്ല.
ആർട്ട് തന്നെയാണ്, ബോഡി ആർട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് രഹന ഫാത്തിമ സ്വന്തം മകനെ കൊണ്ട് അപ്പർ നേക്കഡ് ബോഡിയിൽ ചിത്രം വരച്ചത്. അവരിന്ന് അതിൻ്റെ നിയമപരമായി അതിനെ നേരിടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇതിപ്പോൾ ഒരു യൂറോപ്യൻ രാജ്യത്ത് പോയിരുന്ന് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെ ആരും ശ്രദ്ധിക്കത്തുമില്ല. അൺലെസ് അതർവൈസ് ദ ഡ്രോയിങ് ഈസ് ദാറ്റ് മച്ച് ഒരു പുതിയ ആശയം അതിലൂടെ വരികയാണെങ്കിലൊക്കെ. അല്ലാതെ ഒരു ബോഡിയിൽ, ഒരു ന്യൂഡായിട്ടുള്ള ബോഡി ആരെങ്കിലും കുട്ടിയായാലും മകനായാലും ആരെങ്കിലും വരയ്ക്കുന്നു എന്ന് പറയുന്നത് അവിടെ ഒരു പ്രശ്നമേ ഇല്ല. ഈ സാമൂഹിക വ്യത്യാസത്തെ എലിസിറ്റ് ചെയ്യുന്ന രഹന ഫാത്തിമയുടെ ആക്ടിവിറ്റിയിലൂടെ കടന്നു. നമുക്ക് എം എഫ് ഹുസൈൻ്റെ കാര്യമെടുക്കാം. എം എഫ് ഹുസൈൻ്റെ കാര്യമെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സരസ്വതി എന്ന ചിത്രം, ദുർഗ എന്ന ചിത്രം, അതുപോലുള്ള ധാരാളം ചിത്രങ്ങൾ. കാരണം അദ്ദേഹം രാജ്യം തന്നെ വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ഈ അടുത്ത കാലത്ത് നമ്മുടെ ചാർലി ഹെബ്ദോ മുഹമ്മദിൻ്റെ ചിത്രം വരച്ചു എന്നുള്ളത് നടന്നപ്പോൾ ആളുകൾ ശക്തമായിട്ട് പ്രതികരിച്ചു. മരണങ്ങളുണ്ടായി, കൊലപാതകങ്ങളുണ്ടായി. എന്താണിത് സൂചിപ്പിക്കുന്നത്? വളരെ സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ള ഈ സമൂഹത്തിലെ ചുറ്റുമുള്ള ആളുകളുടെ ആ രീതിയെ, അവരുടെ പ്രതികരണ രീതിയെ നമുക്ക് എലിസിറ്റ് ചെയ്യുവാൻ ഇത്തരം ആർട്ട് വർക്കുകളിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഞാൻ ഒരു ഉദാഹരണം കൂടി ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കാം. നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കുക, ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ നോക്കാം. ഇത് ഒന്നാം തരം ഒരു ഏരിയയാണ് ഈ ഡിസപ്റ്റീവായിട്ടുള്ള നമ്മുടെ ആക്ടിവിറ്റീസ് കാണുന്നതിന് വേണ്ടി. മറ്റുള്ളവരുടെ മനസ്സ് വായിച്ചെടുക്കുവാൻ, സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കാതെ അവരേതൊക്കെ കാര്യങ്ങളാണ് എഗ്രി ചെയ്യുന്നത്, അവരേതൊക്കെ കാര്യങ്ങൾ എഗ്രി ചെയ്യുന്നില്ല, ഇതിലൂടെ എൻ്റെ സുഹൃത്താക്കാൻ കഴിയുമോ, അയാൾ എൻ്റെ ശത്രുവാക്കാൻ പറ്റുമോ, അയാളെ എനിക്ക് വിശ്വസിക്കാമോ ഇല്ലയോ എന്നുള്ള മൈൻഡ് റീഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപാധിയായി കൂടി തീർന്നിട്ടുണ്ട് ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയകളെല്ലാം. നിങ്ങളൊരു പ്രത്യേക, നിങ്ങൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു ഇൻട്രാക്ഷനിൽ നിങ്ങൾക്ക് പരസ്പര ബന്ധമില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച്, കോവിഡിനെ കുറിച്ച് അല്ലെങ്കിൽ കോവിഡ് മഹാമാരിയെ നേരിടുന്നതിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇടുക. ആരെങ്കിലും അതിനകത്ത് വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അംഗീകരിച്ചുകൊണ്ട് അതിൽ ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒരു കമൻറ്റോ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആ വിഷയത്തിനോടുള്ള പ്രതികരണം മാത്രമല്ല, പലപ്പോഴും ആ വ്യക്തിയോടുള്ള പ്രതികരണം കൂടിയായി വളരെ ഡിസപ്റ്റീവായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാടകം എടുക്കുക, നാടകത്തിൽ അഭിനയിക്കുന്ന ആൾക്കറിയാം അയാൾ രാജാവല്ലെന്ന്. പക്ഷേ എത്രത്തോളം രാജാവാകാൻ പറ്റുമോ, എത്രത്തോളം ഡിസപ്റ്റീവ് ആകും, അത്രത്തോളം നല്ല നാടകമായി തീരും. അതായത് ഡിസപ്റ്റീവ് ആകുന്നതിനുള്ള ശേഷി ആർജിച്ചെടുക്കുക എന്നുള്ളത് ജീവിതത്തിന്, അതിജീവനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. ഇതിൽ വളരെ ഡിസെപ്റ്റീവായിട്ടാണ് ഈ പൂച്ച ഇര പിടിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുന്നവരെയാണ്, അതായത് ഇര തേടിക്കൊണ്ടിരിക്കുന്നവരെ തന്നെയാണ് പിടിക്കുന്നത്. ഇര തേടുന്നവർ സ്വയം ഇര തേടുകയും അതേസമയം മറ്റൊന്നിൻ്റെ ഇരയായി തീരാതിരിക്കുകയും ചെയ്യുവാൻ കഴിയുക അതിജീവനത്തിൽ പ്രധാനമാണ്. തനിക്ക് ഇര പിടിക്കണമെങ്കിൽ ഇരയെ അറിയാതെ ഇരയെ പിടിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഈ ഡിസെപ്ഷൻ എന്ന് പറയുന്നത് സർവൈവലിന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു നോളജാണ്. മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളെല്ലാം, ഈവൻ പ്രപഞ്ചത്തിലെ പല ജീവജാലങ്ങളും, പ്ലാന്റ്സ് ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ ഇത്തരത്തിൽ ഡിസപ്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന അടിസ്ഥാന ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സിനിമയായാലും നാടകമായാലും കഥകളായാലും എല്ലാം തന്നെ ചെയ്യുന്നത് നമുക്ക് അപരിചിതമായ ഒരു ലോകത്തിൽ ഒരു പുതിയ എക്സ്പീരിയൻസ്, ലോ കോസ്റ്റ് ആയിട്ടുള്ള, ലോ റിസ്ക് ആയിട്ടുള്ള ഒരു പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാക്കി തരിക. ഈ എക്സ്പീരിയൻസ് അകത്ത് നിങ്ങൾ കാണുകയാണ്. ഇത്തരം ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുവാനും അതിനോട് അടുത്ത് നിൽക്കുകയോ അകന്നു പോവുകയോ ചെയ്യുന്നതിനുള്ള ഒരു പ്രയർ നോളജായിട്ട്, ഒരു പ്രയർ സെൻസിറ്റൈസേഷനായിട്ട് ഇത്തരം കലാരൂപങ്ങളിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ഫിക്ഷൻ ലോകം
അല്ലെങ്കിൽ ഒരു സാങ്കല്പിക ലോകം നിങ്ങൾക്ക് മുന്നറിവ് തരുന്നു എന്നുള്ളതാണ് കലയുടെ പ്രധാനപ്പെട്ട ഒരു ഒരു ഫങ്ഷനായിട്ട് പ്രവർത്തിക്കുന്നത്. അല്ലാതെ കല എന്ന് പറയുന്നത് ആത്മപ്രകാശനത്തിനുള്ള ഒന്നായി മാത്രമല്ല അത് കാണേണ്ടത്. ആത്മപ്രകാശനത്തിന് മാത്രമാണ്, മറ്റുള്ളവർക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത കല ഇത്രയധികം സമയം ലോകത്തെമ്പാടുമുള്ള എല്ലാ മനുഷ്യരും ഇത്രയും സമയം ഇതിനു മുന്നിൽ സ്പെൻഡ് ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള യുക്തിയും നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നില്ല. ഞാൻ ഒന്ന് രണ്ട് ചെറിയ ആർട്ട് വർക്കുകൾ പെട്ടെന്ന് ഒരു 3-4 പുറത്തുനിന്ന് പറഞ്ഞു പോകാം. ചില ആർട്ടുകൾ നമ്മുടെ പെർസെപ്ഷനെയും അറിവിനെയും ഒക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയാം. ഇതൊക്കെ പല തരത്തിലുള്ള ഇന്നേറ്റ് ആയിട്ടുള്ള അറിവുകളുണ്ട്, അറിവുകളിലേക്കുള്ള ചില അന്വേഷണങ്ങളുമുണ്ട്. ജസ്റ്റ് ഞാൻ 1-2 കാണിക്കാം. ഇത് മോനെ എന്ന് പറയുന്ന ഫ്രഞ്ച് ചിത്രകാരൻ്റെ വാട്ടർ ലിലീസ്, അദ്ദേഹം ധാരാളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇത് കഴിഞ്ഞ് കുറച്ചുകൂടി പ്രായമായപ്പോൾ ചെയ്ത ചിത്രമാണ്. അപ്പോൾ ഇതൊക്കെ വീണ്ടും വീണ്ടും ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ മോനയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ചിത്രത്തിൽ ഒന്നും തൃപ്തനല്ല. അദ്ദേഹം നോക്കുമ്പോഴേക്ക് വരയ്ക്കുന്ന എത്ര കളർ എടുത്തിട്ടും ഭയങ്കര മടിയായിട്ടും വളരെ വല്ലാത്തൊരു കളറിലേക്ക് ഇരിക്കുന്നു. പിന്നീടാണ് അത് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് സാന്തോപ്സിയ എന്ന് പറയുന്ന കാറ്ററാക്ട് മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. പിന്നീട് അദ്ദേഹത്തിന് കാറ്ററാക്ട് സർജറി ചെയ്തുകൊണ്ട് തിരിച്ച് പഴയപടി ചിത്രങ്ങളിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഒരു സാന്തോപ്സിയ നിങ്ങൾക്ക് സയൻറ്റിഫിക്കലി ഡിഫൈൻ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഉണ്ടാകുന്നത്. പക്ഷെ സാന്തോപ്സിയ മൂലം ഒരാൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് ഈ ആർട്ടിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ലോകത്തെ ഭൗതിക ലോകത്തിൻ്റെ നിറം തന്നെ നമുക്കെടുക്കാം. ഈ ഭൗതിക ലോകത്തിന് റിയലായിട്ടൊരു നിറമുണ്ടോ? ഇറസ്പെക്റ്റീവ് ഓഫ് അവർ വ്യൂ, മനുഷ്യനെ മാറ്റി നിർത്തിയാൽ നമുക്കറിയില്ല. പ്രകാശം റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലെ റോഡ്സ് ആൻഡ് കോൺസിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അതിലെ ചില കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ വ്യത്യാസത്തിന് ആനുപാതികമായിട്ടാണ് നിറം കാണുന്നത്. നമ്മൾ കാണുന്ന നിറമല്ല ഓന്ത് കാണുന്നത്, അല്ലെങ്കിൽ പീജിയോൺ കാണുന്നത്, അല്ലെങ്കിൽ ബൊഫളോ കാണുന്നത്, ഒന്നും കാണുന്നത് നമ്മൾ കാണുന്ന നിറത്തിലൂടെ അല്ല ഈ ലോകത്തിൽ കാണുന്നത്. പക്ഷേ ഈ നിറങ്ങൾ എങ്ങനെയൊക്കെ കാണുമെന്ന് ഗ്രീൻ എന്നൊക്കെ ബ്ലൂ എന്നൊക്കെ നിങ്ങൾക്ക് പേരിടാം. പക്ഷേ ഈ ബ്ലൂ എങ്ങനെ ഇരിക്കും? ഞാൻ ബ്ലൂ എന്ന് പറയുന്ന ഞാൻ കാണുന്ന ബ്ലൂ, ഞാൻ കണ്ട ആകാശത്തിൻ്റെ നിറം തന്നെയാണ് മറ്റൊരാൾ കാണുന്ന ആകാശത്തിൻ്റെ നിറം എന്നെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? ഈ വസ്തുനിഷ്ഠമായ അറിവ് വാസ്തവത്തിൽ നമുക്ക് ചിത്രകലയിലൂടെയാണ് ലഭിക്കുന്നത്. ഞാൻ കാണുന്ന ലോകം ഞാൻ കണ്ടത് എങ്ങനെയാണ്, അപ്പോൾ മറ്റൊരാൾ നോക്കുമ്പോൾ അതുപോലെ തന്നെയാണ്. ഇത്തരത്തിലുള്ള വസ്തുനിഷ്ഠമായ ഒരു അറിവിൻ്റെ ഷെയറിംഗ് ഇതിലൂടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് വളരെ പഴയ 15-ാം നൂറ്റാണ്ടിലെ ചിത്രമാണ്. മാർസ് ആൻഡ് വീനസ്, ബോട്ടിച്ചെല്ലിയുടെ ചിത്രമാണ്. ഇതിൽ മാർസ് എന്ന് പറയുന്ന ഒരു ദേവസങ്കല്പങ്ങളാണ്, മറ്റൊരു വീനസ് ആണ് വനിത. മയങ്ങിക്കിടക്കുകയാണ്. തൊട്ടടുത്ത് യുദ്ധോപകരണങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. വളരെ അമ്യൂസ്ഡ് ആയിട്ട് വീനസ് മാർസിനെ നോക്കിയിരിക്കുകയാണ്. ഈ മാർസിൻ്റെ ചെവിയിലേക്ക് വലിയ ഊതുകയാണ്, ശബ്ദമുണ്ടാക്കുകയാണ്. അദ്ദേഹം ഉണരുന്നില്ല. യുദ്ധത്തിൻ്റെ ഒരു സിമ്പലാണ് മാർസ്. ഇവർ തമ്മിലോട്ടുള്ള ഒരു പ്രണയബന്ധത്തിന് ശേഷമുള്ള ഒരു സമയമായിട്ട് നമ്മളത് വ്യാഖ്യാനിച്ചാൽ ഇത് വളരെ കലാലോകത്തുള്ള ഒരു വിജ്ഞാനമാണ്. യുദ്ധത്തിനെതിരെയുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെ, ഒരു മൂല്യബോധത്തെ സമൂഹത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി രചിച്ച ഒരു ചിത്രമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. മറ്റ് ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട്. ഇത് മൈക്കലാഞ്ചലോയുടെ വളരെ പ്രസിദ്ധമായ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ചിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്, ക്രിയേഷൻ ഓഫ് മാൻ എന്ന് പറയുന്നത്. ഇതിൽ പിന്നീട് ഈ അടുത്ത കാലത്ത് വിവരിക്കപ്പെട്ടിരിക്കുന്നത് ഇതിലെ വലതുഭാഗത്ത് ഗോഡായിട്ട് സങ്കല്പിച്ചിരിക്കുന്ന ആ ഭാഗം ആക്ച്വലി നമ്മുടെ മസ്തിഷ്കത്തെ ഛേദം ചെയ്ത് വെച്ചാൽ ഇരിക്കുന്നതിന് തുല്യമായ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് വളരെ കാഷ്വലായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ മൈക്കലാഞ്ചലോ ദൈവ സങ്കല്പത്തെക്കുറിച്ചാണ് ചാപ്പലിൽ വരയ്ക്കുന്നെങ്കിലും മാൻ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ബ്രെയിൻ എന്നുള്ള ചില പരാമർശങ്ങൾ മൈക്കലാഞ്ചലോ നടത്തിയിട്ടുണ്ട്. അതിൽ നിന്നും ഒരുപക്ഷെ പരസ്യമായി അവിടെ വരയ്ക്കാൻ സാധ്യമാകാത്തത്
വളരെ ഡിസപ്റ്റീവായിട്ട് അദ്ദേഹം ഇതിനകത്ത് വരച്ച് അത്തരമൊരു ബോധം മനുഷ്യൻ ഒരു ദൈവസങ്കല്പത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു അറിവ് അത് അദ്ദേഹം ഡിസപ്റ്റീവായിട്ട് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചോ എന്ന് നമുക്ക് സംശയിക്കാവുന്ന ഒന്നാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കാണ്. ഇതിനകത്ത് ദിസ് ഇസ് നോട്ട് എ പൈപ്പ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. റെനെ മാഗ്രിത്ത് എന്ന് പറയുന്ന ബെൽജിയം ചിത്രകാരൻ്റെയാണ്. അതെന്താണ് ഇത് പൈപ്പല്ലാതെ വേറെ എന്താണ് എന്ന് നമ്മൾ ചോദിച്ചേക്കാം. നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ പ്രോബ്ലത്തെയാണ് മാഗ്രിത്ത് പറയാൻ ശ്രമിക്കുന്നത്. അതായത് ഇത് പൈപ്പല്ല, പകരം ഇതൊരു പൈപ്പിൻ്റെ രൂപത്തിൽ കടലാസിൽ അല്ലെങ്കിൽ ക്യാൻവാസിൽ വരച്ചു വെച്ചൊരു രൂപമാണ് എന്നുള്ളൊരു ആശയം. നമ്മുടെ കോമൺ സെൻസിനെ ചലഞ്ച് ചെയ്യുന്നുള്ളൊരു ആശയമാണ് അദ്ദേഹം വരച്ചത്. ഇത് വളരെ രസകരമായിട്ടുള്ള ചിത്രമാണ്. 20th സെഞ്ച്വറിയിലെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആർട്ട് വർക്കായിട്ട് അറിയപ്പെടുന്ന ഒന്നാണ് ഫൗണ്ടൻ. മാർസൽ ദുഷാൻ എന്ന് പറയുന്ന ചിത്രകാരനാണ് അല്ലെങ്കിൽ ശില്പിയാണ് ഇത് ചെയ്തത്. അപ്പം ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നു എന്നുള്ളത്. നമ്മുടെ സൗന്ദര്യത്തെ, നമ്മുടെ ചിത്രകലയെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ലോകത്തിലെ സൗന്ദര്യമുള്ള വസ്തുക്കളെക്കുറിച്ച് പലപ്പോഴും അങ്ങനെയാണല്ലോ കരുതുന്നത്. കല എന്ന് പറയുന്നത് സൗന്ദര്യമുള്ളതാണ്. ഒരു ഗാലറിയിലോ സ്റ്റുഡിയോയിലോ വയ്ക്കുന്ന മനോഹരമായത് ബ്യൂട്ടി കോൺസെപ്റ്റ് കലയുമായിട്ട് വളരെ ചേർന്ന് കിടക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കിയതുപോലെ ഒരു മെഷീൻ മെയ്ഡായിട്ട് കടയിൽ ചെന്ന് ഒരു യൂറിനൽ എടുത്ത് ഫൗണ്ടൻ എന്ന് പേരിട്ട് ഈ പ്രദർശനത്തിന് വയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. അത് റിജക്റ്റ് ചെയ്യും. അത് ഇപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് ലണ്ടനിലുള്ള ലോകത്തുള്ള ചിത്രകാരന്മാരുടെയും ക്യൂറേറ്റർമാരുടെയും ഒക്കെ തരത്തിലുള്ള ഒരു സർവേ നടത്തുന്നതിൽ നമ്മുടെ കലാബോധത്തെ, നമ്മുടെ സൗന്ദര്യബോധത്തെ മാറ്റിമറിക്കുന്നതേ 20ാം നൂറ്റാണ്ടിലെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആർട്ട് വർക്കായിട്ട് തിരഞ്ഞെടുത്തത്. ഇത് ഗോർണിക്ക എല്ലാവർക്കും അറിയാവുന്ന ചിത്രമാണ്. ഈ ചിത്രവും വളരെ പ്രധാനപ്പെട്ട ചില പ്രത്യേകതകൾ ഉണ്ട്. ഒന്ന്, ഇതിൻ്റെ കറുത്ത നിറം തന്നെയാണ്. നമ്മൾ ഭംഗിയെക്കുറിച്ച് എപ്പോഴും മറ്റ് കളറുകൾ, കറുപ്പൊരു നിറമായിട്ട് പോലും വെള്ളയും നിറമായിട്ട് പോലും കാണാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ചിത്രം ഉണ്ടാകുന്നത്. ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ ഒരു പ്രധാനപ്പെട്ട വസ്തുത, ഒരു ഗോർണിക്ക എന്ന് പറയുന്ന പട്ടണത്തിൽ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് അവിടെ ഉണ്ടായ നാശങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ ചിത്രം ഒരു കലാപരമായിട്ട് അത്തരത്തിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കുട്ടികളും സ്ത്രീകളും മാത്രമാണ് ഇതിലെ കഥാപാത്രം. ഒരു നഗരത്തിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ, ഒരു കലാപം ഉണ്ടാകുമ്പോൾ പുരുഷന്മാർ പിടിക്കപ്പെടുകയോ ഓടിപ്പോവുകയോ ചെയ്യുമ്പോൾ അവിടെ അവശേഷിക്കുന്ന കുട്ടികളും സ്ത്രീകളുമാണെന്ന് ഒരു തിരിച്ചറിവിലേക്ക് നമ്മളെ കൊണ്ട് ജനിപ്പിക്കുന്ന ഒരു ചിത്രമാണിത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സരസ്വതിയുടെ ചിത്രമാണ്. അതുപോലെ ഇനി നമുക്ക് ചില എവിഡൻസുകളെ കുറിച്ചെടുക്കാം. എങ്ങനെയാണ് കലയോ അതുപോലുള്ള വസ്തുക്കളോ ചില അറിവിനെ കുറിച്ചുള്ള വിജ്ഞാനത്തിൻ്റെ എവിഡൻസുകളായിട്ട്, സാക്ഷ്യപത്രമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ തെളിവുകളായിട്ട് ഉള്ള അറിവുകളായിട്ട് മാറുന്നത്. ഇത് 1989 ടിയാൻമെൻ സ്ക്വയർ കലാപത്തിന് ശേഷം തൊട്ടടുത്ത ദിവസം ബെയ്ജിംഗ് ഹോട്ടലിലിരുന്ന് ജെഫ് വൈഡ്നർ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ എടുത്ത ഒരു ഫോട്ടോയാണ്. ഈ കലാപശേഷം മടങ്ങി വരുന്ന ടാങ്കുകൾക്ക് മുന്നിൽ പുറത്ത് നിന്ന്, ആൾക്കൂട്ടത്തിൽ നിന്നും സഞ്ചിയിൽ തൂക്കി ഒരു ചെറുപ്പക്കാരൻ വരികയും ടാങ്കുകൾക്ക് മുന്നിൽ നിൽക്കുകയും ചെയ്തു. ആ ടാങ്കുകൾ തിരിയുമ്പോൾ അദ്ദേഹം അങ്ങോട്ട് മാറി. എല്ലാ ടാങ്കുകളൊന്നും ടാങ്കിന് പുറത്തും കൂടി കയറിയതായിട്ടാണ് ഇദ്ദേഹം പരാമർശിക്കുന്നത്. പിന്നീട് ജനക്കൂട്ടം അദ്ദേഹത്തെ എടുത്തു മാറ്റി. 20ാം നൂറ്റാണ്ടിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഫോട്ടോഗ്രാഫായിട്ട് അറിയപ്പെടുന്ന ഒന്നാണ്. ഈ ഫോട്ടോഗ്രാഫ് ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തരമൊരു സംഭവത്തിൻ്റെ അറിവ്, വിജ്ഞാനം, ഒരു എവിഡൻസ് നമുക്ക് കിട്ടണമെന്നില്ല. ഇത്തരത്തിൽ ചിത്രകലയിൽ നമ്മൾ കണ്ടിട്ടുള്ള പോർട്രേറ്റ്സ് ഒക്കെ സബ്ജക്റ്റീവായിട്ടുള്ള വ്യത്യാസം, മൊണാലിസ ഉൾപ്പെടെയുള്ള ധാരാളം ഫോട്ടോഗ്രാഫികൾ കണ്ടു പിടിക്കുന്നതിന് മുമ്പുള്ള ധാരാളം പോർട്രേറ്റ്സുകൾ അറിവിൻ്റെ ശേഖരമായിട്ട് തന്നെ നമ്മുടെ മുമ്പിൽ എത്തുന്നത് കലയിലൂടെയും ഇതുപോലുള്ള ഫോട്ടോഗ്രാഫിലൂടെയും തന്നെയാണ്. ഇത് നോക്കുക, ഇത് ഞാൻ വളരെ രസത്തിന് കാഷ്വലായിട്ട് കാണിച്ചു തന്നുള്ളൂ. ഡാവിഞ്ചി 15ാം നൂറ്റാണ്ടിൽ വരച്ച ഒരു ഹെലികോപ്റ്റർ പോലുള്ള ഒരു ഡിവൈസിൻ്റെ ചിത്രമാണ്. ഇപ്പോൾ അതിൻ്റെ വലത് സൈഡിൽ കാണുന്നത് മാർസിൽ ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹെലികോപ്റ്ററിൻ്റെ ചിത്രമാണ്. അപ്പോൾ ഇതിൻ്റെ രൂപസാദൃശ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സയൻസ് പലപ്പോഴും ഇതിൽ നിന്ന് ഇൻഫ്ലുവൻസ് എടുക്കാം. ഡാവിഞ്ചി ഒരു ചിത്രകാരൻ മാത്രമല്ല, അദ്ദേഹം ഒരു പോളിമാത്തായിട്ട് അറിയപ്പെടുന്നതാണ്. അദ്ദേഹം സയൻറ്റിഫിക് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്.
പക്ഷെ എങ്കിലും ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ സയൻറ്റിഫിക് മെത്തേഡിന് പുറത്തുള്ള ധാരാളം കാര്യങ്ങൾ നമ്മുടെ അറിവിൻ്റെ ലോകത്തെയും സയൻസിൻ്റെ ലോകത്തെയും രൂപപ്പെടുത്തുന്നു. കല ഇത് മാത്രമല്ല. കല, നമ്മൾ ഈ കാണുന്ന ഇമോജികൾ, നമ്മുടെ ഭാഷയിലെ, നമ്മുടെ കമ്മ്യൂണിക്കേഷനിലെ പുതിയൊരു അറിവായി രൂപപ്പെട്ട ഒന്നാണ് ഇമോജി. ഇത്തരത്തിലുള്ള ഇമോജി ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത്, ഇത്തരം ഒരു ആശയത്തെ രൂപീകരിക്കുക, അതിനെ വരച്ചെടുക്കുക, ഇത്തരം കഴിവുകൾ, സ്കിൽസാണ്. ഞാൻ അതിൽ വളരെ വലിയൊരു പരിഗണന കൊടുത്തുകൊണ്ടല്ല പറയുന്നതെങ്കിൽ പോലും ഇത്തരത്തിൽ സയൻസ് ആൻഡ് സിംപൽസ് നമ്മുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നതിലും ചിത്രകല ഉൾപ്പെടെയുള്ള വിഷ്വൽ ആർട്ട് വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒന്നാണ്. ഈ പ്രാധാന്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കല എന്ന് പറയുന്നത് ഒരു സാംസ്കാരികമായിട്ടുള്ള പ്രോഡക്റ്റും മാത്രമല്ല, അതേസമയം ഒരു ഇവല്യൂഷണറി പ്രോഡക്റ്റ് കൂടിയാണ്. അതിന് ധാരാളം തരത്തിലുള്ള തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വെറും ഒരു എന്താ പറയുക, ഒരു ലെഷർ ടൈം ആക്ടിവിറ്റിക്ക് പകരം വളരെയധികം ഇവല്യൂഷണറി പ്രഷറോടുകൂടി നമ്മുടെ സമൂഹം നിലനിർത്തിപ്പോരുന്ന, നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട വിജ്ഞാനത്തിനുള്ള മാർഗവും ഒരേ സമയം വിജ്ഞാനവുമായി, സയൻസ് ഇതരമായ വിജ്ഞാനമായി കല പ്രവർത്തിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും എനിക്ക് പറയാനുള്ളത്. അവസാനമായി ഞാൻ ഫിലോസഫിയെ കൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആക്ച്വലി ഈ പറയാൻ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയും നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളെയും കൂട്ടിച്ചേർത്ത് പറയാൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ മക്കൊണ്ടയിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോയാൽ, അവിടെ അമരാന്റെയും അറീലിയാനോയ്ക്കും ഉണ്ടായ കുട്ടി ജീവിച്ചിരിക്കുകയും ജനിതക വൈകല്യമെല്ലാം ജീവിച്ചിരിക്കും. വെറും സങ്കല്പമാണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറയുന്ന തരത്തിലുള്ള, അതായത് മക്കണ്ടോ പൂർണ്ണമായും മാഞ്ഞു പോയിട്ടില്ല. എന്നാൽ മിക്കവാറും എല്ലാം തകർന്നു പോയിരിക്കുന്നു. കുറച്ച് വാഴക്കൂട്ടങ്ങളോ ഈ കുട്ടികളും അവരുടെ സന്തതികളും മാത്രമായി നിലനിൽക്കുന്നു എന്നിരിക്കട്ടെ. മെൽക്കിയാദിസിന്റെ മാനുസ്ക്രിപ്റ്റും അവിടെ വന്നിരിക്കട്ടെ. ആ മാനുസ്ക്രിപ്റ്റ് വളരെ രസകരമാണ്. സംസ്കൃതത്തിലാണ് ഈ മാനുസ്ക്രിപ്റ്റ്, ഈ മെൽക്കിയാദിസ് എഴുതിയിരിക്കുന്നത്. സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന അവിടെ അത് ഡെസിഫർ ചെയ്യുന്നത് അറീലിയാനോ ആയിട്ടാണ് അതിൽ വ്യാഖ്യാനിക്കുന്നത്. ഏതായാലും അറീലിയാനോയുടെ കുഞ്ഞു കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികളിലൂടെ അവരിത് കയ്യിൽ കിട്ടുകയാണെങ്കിൽ അവരെന്തായിരിക്കും ഇത് മനസ്സിലാക്കുക. അവർക്ക് മുമ്പ് ഒരു ലോകം ഉണ്ടായിരുന്നു, ഒരു സാധാരണ കാണുന്ന ഒന്നിൽ നിന്ന് വ്യത്യസ്തമായ എന്തോ ഒന്ന്. ആ ഒന്നിൽ എഴുതിയിരിക്കുന്നത് വായിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എഴുതിയതാണ് എന്ന് മനസ്സിലാകുന്നില്ല എങ്കിൽ അത് ഒരു ഫോസിൽ പോലെ, ഒരു നാച്ചുറലായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വസ്തു പോലെ നിലനിൽക്കും. ഒരു തോലിലാണ് ഇത് എഴുതിയിരിക്കുന്നതായിട്ടാണ്. അതേസമയം ഇതിലെ എഴുത്ത് ഏതെങ്കിലും തരത്തിൽ ഡെസിഫർ ചെയ്യാൻ പറ്റുമെന്നിരിക്കട്ടെ, അപ്പോൾ അതിന് ഫോസിലിൻ്റെ വാല്യൂ അല്ല. അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയൽ വാല്യൂവിന് അപ്പുറത്തേക്ക് മനുഷ്യന് മാത്രം ചിന്തിച്ചെടുക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന പുതിയൊരു ലോകം ഇത് ഡെസിഫർ ചെയ്യുന്നതിലൂടെ തുറന്നു വരുന്ന ഒരു പുസ്തകമായി മാറുന്നു. അതൊരു സ്റ്റോർഡ് ഇൻഫർമേഷനായിട്ട് മാറും. മനുഷ്യൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ, ആ ലാംഗ്വേജിലുള്ള ക്രിയേറ്റിവിറ്റിയുടെ ഉൽപ്പന്നമാണ്. ഈ ഉൽപ്പന്നത്തിൽ, അതായത് ഇത്തരം അറിവുകളെക്കുറിച്ച് നമ്മൾ ഇത്ര നേരം സയൻസ് ഇതരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചതിനെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് വിവരിച്ചിട്ടുള്ളത് പ്രസിദ്ധ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള തത്വചിന്തകനായിട്ടുള്ള കാൾ പോപ്പറാണ്. കാൾ പോപ്പറയാണ് പലപ്പോഴും നമ്മൾ ഈ ഫാൾസിഫയബിലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് വളരെയധികം എൻഡോഴ്സ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഫിലോസഫി ഓഫ് സയൻസിലെ രീതിയാണ്. അത് നമ്മുടെ മുൻ പ്രഭാഷകർ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. കാൾ പോപ്പറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിലോസഫി എന്ന് പറയുന്നത് തേർഡ് വേൾഡ്സ് എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒന്നാണ്. ആക്ച്വലി ഈ തേർഡ് വേൾഡ്സിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ഈ സയൻസ് ദ ഓൺലി വേ ഓഫ് നോയിങ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് 3 ലോകം, മെറ്റാഫിസിക്കലായിട്ടും ഫിസിക്കലായിട്ടുമുള്ള 3 ലോകങ്ങൾ ഓൾമോസ്റ്റ് ഭൗതികമായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്ന് അദ്ദേഹം പറയും. ഒന്നാമത്തെ ലോകം നമ്മുടെ നിരീക്ഷണങ്ങളും വിശദീകരണങ്ങളും ഒന്നും പ്രസക്തമല്ലാത്ത the actual material world, the material world in which we live, the material world which see around, the material world which includes us also. അത്തരത്തിലുള്ള ഒരു ലോകം, അത് പ്രത്യേകിച്ചായിട്ട്
വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും ഇങ്ങനെ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാനും ഡിവൈഡ് ചെയ്യുവാനും കാറ്റഗറൈസ് ചെയ്യാനും ഒക്കെ കഴിയും. രണ്ടാമത്തെ ലോകം ഈ പുറമേ കാണുന്ന ലോകത്തെക്കുറിച്ച് മനുഷ്യൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സെൻസേഷനെ കുറിച്ചാണ്. അതിൽ നിന്നും ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിനുപരിയായി ഉണ്ടാകുന്ന വൈകാരിക അവസ്ഥ, പെയിൻ, പ്ലഷർ, ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരു മെൻ്റൽ സൈക്കോളജിക്കൽ വേൾഡ് എന്ന് പറയാം. ഈ മെൻ്റൽ സൈക്കോളജിക്കൽ വേൾഡ് ഓഫ് ഫീലിങ്സ് എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലും ഒരു മെറ്റാഫിസിക്കലായിട്ടുള്ള ഒരു രീതിയിൽ മാത്രമല്ല, ഒരു ഭൗതികമായിട്ട് തന്നെ ഫിസിക്കലായിട്ടുള്ള ഒരു എൻറ്റിറ്റി ആയിട്ട് ന്യൂറോൺസിൻ്റെ ഒരു ആക്ടിവിറ്റി എന്ന നിലയിലാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീക്ഷണങ്ങൾ, നമ്മുടെ നിരീക്ഷണങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്ലഷർ, ഈവൻ നമ്മുടെ ഡെല്യൂഷൻസ്, നമ്മുടെ ഹാലുസിനേഷൻസ്, നമ്മുടെ മനോവിഭ്രാന്തികൾ എല്ലാം പ്രോസസ്സ് ചെയ്യപ്പെടുന്ന ആണ് ഈ രണ്ടാമത്തെ ലോകം എന്നുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടും അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലോകമാണ് മൂന്നാമത്തെ ലോകം എന്ന് പറയുന്നത്. ഈ ലോകം ഒരു അബ്സ്ട്രാക്റ്റ് ലോകമാണ്. ഈ ലോകത്തിലെ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ പാർച്ച്മെന്റ്, ആ പാർച്ച്മെന്റ് വേൾഡ് 3 പ്രോഡക്റ്റാണ്. അത് നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതിലെ എഴുത്ത്, അതുൽപാദിപ്പിക്കുന്ന വിവരം മൂന്നാമതൊരു ലോകമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ലോകമാണ്. മനുഷ്യർ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള കഥകൾ, ഭാഷ, മിത്തുകൾ, സയൻസിക രീതികൾ, തിയറികൾ, മാത്തമാറ്റിക്കൽ കൺസ്ട്രക്ഷൻസ്, പാട്ടുകൾ, സിംഫണികൾ, ചിത്രങ്ങൾ, ശില്പങ്ങൾ, CD-കൾ, ഹാർഡ് ഡിസ്കുകൾ, കമ്പ്യൂട്ടറുകൾ, ഇങ്ങനെ മനുഷ്യൻ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ആ വസ്തുവിൻ്റെ കാഴ്ചയ്ക്കും രൂപത്തിനും പ്രവൃത്തിക്കും അപ്പുറത്തേക്ക് മനുഷ്യനും മാത്രം ഇൻ്റർപ്രറ്റ് ചെയ്യാനും വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും കഴിയുന്ന മൂന്നാമത്തെ ലോകം. അത്തരം വസ്തുക്കളെയാണ് ഈ വേൾഡ് 3 എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ അബ്സ്ട്രാക്റ്റ് വേൾഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒന്നാമത്തെ ലോകത്തിൽ, ഭൗതിക ലോകത്തിൻ്റെയും രണ്ടാമത്തെ മനുഷ്യ സങ്കല്പത്തിൻ്റെ ലോകത്തിൻ്റെയും ഒരു പ്രോഡക്റ്റായിട്ട് പുറത്തു വരുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ അതിനെ ക്രിയേറ്റിവിറ്റി എന്ന് വിളിക്കാം. എല്ലാം ഒരു ശാസ്ത്ര ചിന്തയാകട്ടെ, ഒരു അയുക്തിക ഭാവനയാകട്ടെ, ഒരു മതസിദ്ധാന്തവും മതചിന്തയാകട്ടെ, ഒരു പാട്ടാകട്ടെ, ഒരു സിനിമയാകട്ടെ, ഇതെല്ലാം തന്നെ ആദ്യത്തെ ഭൗതിക ലോകവും രണ്ടാമത്തെ മനുഷ്യൻ്റെ ചിന്താ ലോകത്തിൽ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് വരുന്ന മൂന്നാമത്തെ ലോകമാണ്. ഒരു ഉദാഹരണത്തിന് ഇത് മൈക്കലാഞ്ചലോയുടെ ഒരു ശില്പമാണ്. ഭൗതിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഒരു അർത്ഥമേ ഉള്ളൂ, ഇതൊരു മാർബിൾ പീസാണ്. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാർബിൾ പീസേ അല്ല. അതിനൊരു മറ്റൊരു അർത്ഥവും മറ്റൊരു വ്യാഖ്യാനവും. ഈ വ്യാഖ്യാനം മനുഷ്യൻ്റെ മനസ്സിൽ മൂന്നാമത്തെ ലോകത്ത് നിന്നും രണ്ടാമത്തെ ലോകത്തേക്ക് തിരിച്ചു വരുന്നു. ഒരു പുസ്തകം, ഉദാഹരണത്തിന് ബൈബിൾ എന്നിരിക്കട്ടെ, ബൈബിളിൻ്റെ 2 ലക്ഷം കോപ്പികൾ ലോകത്തെല്ലായിടത്തും ഉണ്ടെങ്കിൽ ഭൗതിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് 2 ലക്ഷം മെറ്റീരിയലാണ്, ബുക്കാണ്. പക്ഷെ മൂന്നാമത്തെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് ബൈബിളിൻ്റെ 2 ലക്ഷം എഡിഷൻസ് മാത്രമാണ്. അവ ഒന്നാണ്. അവയ്ക്ക് 2 ലക്ഷം എന്നുള്ള ഒരു വ്യാഖ്യാനം ഈ മൂന്നാമത്തെ ലോകത്തിൽ നിന്ന് ലോകത്തിലേക്ക് മനുഷ്യൻ വീക്ഷിക്കുമ്പോൾ കാണാൻ കഴിയില്ല. The world 3, what we are called as culture. This is a cultural product. It's a creative product of the human mind. ഇവയെല്ലാം റിയൽ ആണോ എന്നുള്ളതാണ്. ഇത് റിയൽ ആണോ, ഒബ്ജക്റ്റീവ് ആണോ? ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു സയൻസ് പോലെ തന്നെ ഇതിന് റിയൽ ഇംപ്ലിക്കേഷൻസ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഐൻസ്റ്റീൻ്റെ E=mc² എന്ന് പറയുന്ന ഒരു സാങ്കല്പിക തേർഡ് വേൾഡ് പ്രോഡക്റ്റിന് അതിന് മെറ്റീരിയൽ റിസൾട്ട് തിരിച്ച് ഈ ലോകത്തിലേക്ക് തന്നെ മറ്റൊരു തരത്തിലേക്ക് മാറ്റി തീർക്കുവാനായിട്ട് കഴിയും. ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുവാനും ഇംപ്രവൈസ് ചെയ്യാനും കഴിയും. അതിനർത്ഥം ഇതിന് റിയാലിറ്റിയുമായിട്ട് ബന്ധം ഉണ്ട് എന്നുള്ളതാണ്. ഈ
രണ്ടാം ലോകവും മൂന്നാം ലോകവും തമ്മിലുള്ള വ്യത്യാസം. ഒന്നാം ലോകത്തെക്കുറിച്ച് മനുഷ്യൻ പ്രസക്തമേ അല്ലാത്ത ലോകമാണ്. മൂന്നാമത്തെയും രണ്ടാമത്തെയും ലോകത്തിൻ്റെ പ്രത്യേകത, രണ്ടാമത്തെ ലോകം ഒരു വ്യക്തിയുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസസ് ആണ്. അവൻ്റെ ഇമോഷൻസ്, അവൻ്റെ പ്ലഷേഴ്സ്, അയാളുടെ പ്ലഷേഴ്സ്, അവരുടെ പ്ലഷേഴ്സ്. മൂന്നാമത്തെ ലോകമാകട്ടെ തോട്ട് കണ്ടന്റ് ആണ്, ദെയർ ഒബ്ജക്റ്റീവ് നോളജ്. അവയെല്ലാം ഒരു ഭാഷയിലൂടെ രൂപപ്പെടുത്തിയിട്ടുള്ളത്, മറ്റെല്ലാവർക്കും ഒരുപോലെ തന്നെ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും ഷെയർ ചെയ്യാനും ഏറെക്കുറെ ഒരേ തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാക്കുവാനും കഴിയുന്ന തരത്തിലുള്ള ഒരു നോളജാണ് മൂന്നാമത്തെ ലോകം ഉത്പാദിപ്പിക്കുന്ന ഒബ്ജക്റ്റീവ് നോളജ്. ഈ ഒബ്ജക്റ്റീവ് നോളജിൻ്റെ ലോകത്താണ് വാസ്തവത്തിൽ കലയും വിശ്വാസങ്ങളും ശാസ്ത്രവും എല്ലാം തന്നെ നിലനിൽക്കുന്നത്. ഈ ചർച്ച തുടങ്ങുന്നതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ട്രൂ ബിലീഫ് എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ, ജസ്റ്റിഫൈഡ് ട്രൂ ബിലീഫ് എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ, രണ്ടാം ലോകത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമേ ഉള്ളൂ. മൂന്നാം ലോകത്തിലെ പ്രോഡക്റ്റാണ് ഫോൾസ് ബിലീഫ്, ട്രൂ ബിലീഫ്, ജസ്റ്റിഫൈഡ് ട്രൂ ബിലീഫ്. ഇതെല്ലാം തന്നെ മൂന്നാമത്തെ ലോകത്ത് നടക്കുന്ന വസ്തുനിഷ്ഠതയാണ്. വളരെ മനോഹരമായ ഒരു വിജ്ഞാനം തേർഡ് വേൾഡിലെ സയൻസ് ഇതരം എന്ന് വേണമെങ്കിൽ പറയാവുന്ന, സയൻസിൻ്റെ മെത്തേഡിലൂടെ പോകാത്ത, ഒരുപക്ഷെ സായൻസിക ലോകത്ത് ഒരു സയൻറ്റിഫിക് പ്രോഡക്റ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാത്ത ഒരു മനോഹരമായ പ്രോഡക്റ്റ്, നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ കൂടി കാൾ പോപ്പർ ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ഒരു മെറ്റീരിയൽ വേൾഡിൻ്റെ മെറ്റീരിയൽ റിയാലിറ്റിയാണ്. അതേസമയം ആ കോൺസ്റ്റിറ്റ്യൂഷൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനിർമ്മിതമായ ഒരു ക്രിയേറ്റീവ് പ്രോഡക്റ്റാണ്. അത് നമ്മുടെ ജീവിതത്തെ ആകെ സ്വാധീനിക്കുന്ന ഒരു നോളജാണ്. അത്തരം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ആശയപ്രപഞ്ചത്തിലേക്ക് നമ്മളെ എത്തുവാൻ സായൻസിക വിജ്ഞാനം ഉപകാരപ്രദമായിരുന്നിരിക്കാം. അതിനപ്പുറത്തേക്ക് അത് സയൻസിൻ്റെ മെത്തഡിലൂടെ മാത്രം രൂപപ്പെട്ട ഒന്നേയല്ല. മറ്റനവധി ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ധാരാളം തരത്തിലുള്ള ചിന്തകളുടെ, ഞാനതിനെ ഫിലോസഫി എന്ന് വിളിക്കുകയാണ്, തത്വശാസ്ത്രത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന, സിവിലൈസ്ഡായിട്ട് ജീവിക്കുന്ന കമ്മ്യൂണിറ്റികളുടെ ആകെ മനുഷ്യ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു പുസ്തകമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ശാസ്ത്രത്തിന് പുറത്തു നിന്നുള്ള നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള അറിവിനെക്കുറിച്ചുള്ള അന്വേഷണവും ഒരു അറിവും കൂടി തന്നെയാണ്. ഈ അറിവുകൾ എന്ന് പറയുന്നത് സബ്ജക്റ്റിവിറ്റിയും ഒബ്ജക്റ്റിവിറ്റിയും മിക്സ് ചെയ്ത് റാഷണലും നോൺ റാഷണലുമായിട്ട് എപ്പോഴും മിക്സ് ചെയ്ത്, ശാസ്ത്ര ലോകത്ത് പോലും അങ്ങനെ ദൃഢമായ ഒരു രീതിയിലല്ലാതെ പ്രവർത്തിക്കുന്ന ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് വേണം നമ്മളതിനെ കാണാൻ. ശാസ്ത്ര ലോകം നമ്മുടെ അറിവുകൾ സമ്മാനിക്കുന്നതിനൊപ്പം തന്നെ ലോകവീക്ഷണവും നമുക്ക് നൽകുന്നു. അതേസമയം ലോകവീക്ഷണം പൂർണ്ണമായും ഒരു ശാസ്ത്രത്തിൻ്റെ, സയൻസിക ലോകത്തിൻ്റെ സംഭാവനയാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കുകയും റിയലായി മീനിങ് ആക്കുന്ന ഒരു ലോകവീക്ഷണത്തിന് സയൻസ് ഇതര മാർഗങ്ങളായ സംസ്കാരം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കലയുടെയും അംശങ്ങൾ, അതിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനം, ഒബ്ജക്റ്റീവായിട്ടുള്ള വിജ്ഞാനങ്ങളും സ്വാധീനിക്കുന്നു എന്നാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. സയൻസിനെ കുറിച്ച്, അപ്പം നോളജ്, സയൻസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഗോൾഡ്മാൻ 1992 പറഞ്ഞാണ്. വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇതുവരെ തേർഡ് വേൾഡിൽ ഉണ്ടായിട്ടുള്ള പ്രോഡക്റ്റുകളിൽ ഒരു വ്യതിരിക്തത വരുത്തുവാൻ, ഡിമാർക്കറ്റ് ചെയ്യുവാൻ മാത്രം ഉപയോഗിക്കുന്ന ഒന്നായിട്ടാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സയൻസ് വസ്തുനിഷ്ഠമായ അറിവിൻ്റെ അന്വേഷണമാണ്, അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായ മാർഗത്തിലൂടെ അറിവിനെ വികസിപ്പിക്കലാണ്. സയൻസ് വസ്തുനിഷ്ഠമായ അറിവിൻ്റെ അന്വേഷണമാണ്, അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായ മാർഗത്തിലൂടെ അറിവിനെ വികസിപ്പിക്കലാണ്. ഇതിൽ വസ്തുനിഷ്ഠത എന്നത് ശാസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി നിങ്ങൾക്കുണ്ടാകുന്ന പ്രോഡക്റ്റ് ആയിരിക്കാം സയൻറ്റിഫിക്, ഒരു സയൻറ്റിഫിക് ഡിസ്കവറി ആയിരിക്കാം സയൻസ്.
അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്നതിനായി ആശ്രയിക്കുന്ന ഒരു മാർഗവുമാകാം. സയൻസ് മെത്തേഡിലൂടെ നിങ്ങൾ പോകാം, നിങ്ങൾക്കൊരു സയൻറ്റിഫിക് പ്രോഡക്റ്റ് ലഭിക്കണം എന്നില്ല. രണ്ടായാലും വസ്തുനിഷ്ഠത ഒരു ഇൻ്റഗ്രൽ കമ്പോണൻ്റാണ്. ഒരാളുടെ സ്വകാര്യ സിദ്ധാന്തങ്ങളിൽ ക്ലെയിമുകളിൽ നിന്നും പക്ഷപാതങ്ങളിൽ നിന്നും സ്വതന്ത്രമായി സാർവത്രികമായ പ്രയോജനമുണ്ടാകുവാൻ ഈ ഒരു രീതി സഹായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കൺക്ലൂഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. നോളജ് എന്നത് അതിജീവനത്തിനുള്ള ഒരു ഉപാധി എന്ന ജൈവശാസ്ത്രപരമായ ഒരു ഫംഗ്ഷനാണ് നിർവഹിക്കുന്നത് എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്നുമാണ് നോളജിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത്. അതിജീവനം എന്ന നിലയിൽ മനുഷ്യൻ്റെ സങ്കീർണമായിട്ടുള്ള ഭാഷ, കലകൾ ഉൾപ്പെടെ നിരവധി പ്രതീകങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന സംസ്കാര രീതികൾ വളരെ ഏറെയും കുറഞ്ഞും വസ്തുനിഷ്ഠത ഉൾക്കൊള്ളുന്ന സാധുവായ ജസ്റ്റിഫൈഡ് ട്രൂ ബിലീഫ്സ് തന്നെയാണ്. എന്നാൽ അവ സായൻസികമായ രീതികൾക്ക് വിധേയമല്ല. അവകാശവാദങ്ങളെ വ്യക്തിബദ്ധമായ പക്ഷപാതങ്ങളിൽ നിന്ന് വേർതിരിച്ച് ആധികാരികവും സാർവത്രികമായ ജ്ഞാനം രൂപപ്പെടുന്നതിൽ സായൻസിക മാർഗം തന്നെയാണ് ഇതുവരെയുള്ളത് ഏറ്റവും മികച്ച മാർഗം. വ്യക്തി അനുഭവങ്ങൾ, കല, സംസ്കാരം, തത്വശാസ്ത്രം, ശാസ്ത്രം തുടങ്ങിയ എന്നിവയുടെ എല്ലാം സമഗ്രതയിലൂടെയാണ് അർത്ഥപൂർണമായ അറിവും അതേസമയവും ലോകവീക്ഷണവും മനുഷ്യവംശം രൂപപ്പെടുന്നത്. ഒരു കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഈസ് സയൻസ് ദ ഓൺലി വേ ടു നോളജ് എന്നുള്ളതിൽ ഓൺലിയെ മറ്റൊരു അർത്ഥത്തിൽ ഞാൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സയൻറ്റിഫിക് എൻക്വയറി ഈസ് ഓൺലി വൺ എപ്പിസ്റ്റമോളജിക്കൽ അപ്രോച്ച് to knowledge. Thank you.